السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله عليم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن. لا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ودتي عند كل شدتي، ويا مجيبي عند كل دعوتي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم؟ أولئك الذين لعنهم الله فأصمهم وأعمى أبصارهم. صدق الله مولانا العليم، وصدق وبلغ رسوله الكريم. وقال نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم: إن الرحم شجنة من الرحمن، أو كما قال رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا حبيب الله. الصلاة والسلام عليك يا سيدنا
يا خليل الله انظر حالنا يا شفيع الله اسمع مقالنا يا نجي الله നബിയോരെ കണ്ടില്ല മധുമൊഴി കേട്ടില്ല ചാരത്താണെന്നില്ല തിങ്കളെ കനവിൽ ഞാൻ കണ്ടില്ല എന്നിലെ ആശ പോവണില്ല مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم നബിയോരെ കണ്ടില്ല മധുമൊഴി കേട്ടില്ല ചാരത്താണെന്നില്ല തിങ്കളെ കനവിൽ ഞാൻ കണ്ടില്ല എന്നിലെ ആശ പോവണില്ല തിങ്കളറിവേ എന്നളയും ഞാൻ ത്വയ്യിബകം കാണാൻ എന്ന് ചേരും ഞാൻ തിങ്കളറിവേ എന്നളയും ഞാൻ ത്വയ്യിബകം കാണാൻ എന്ന് ചേരും ഞാൻ നബിയോരെ കണ്ടില്ല മധുമൊഴി കേട്ടില്ല ചാരത്താണെന്നില്ല തിങ്കളെ കനവിൽ ഞാൻ കണ്ടില്ല എന്നിലെ ആശ പോവണില്ല يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا واسع الكرم وعلى أمة محمد ഉമ്മത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സൗണ്ടാട്ടോ ഉഷാറായി ഞാൻ നിൽക്കണം മാതിരി ഒരു ഭാഗത്ത് അടഞ്ഞാണ് നിന്നാ മതി ബഹുമാനവും ആദരവും നൽകുന്ന പണ്ഡിതന്മാർ മുതഅല്ലിം സുഹൃത്തുക്കൾ മാന്യ രക്ഷിതാക്കൾ കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും കർമ്മോത്സവരായ പ്രവർത്തകന്മാർ, സ്നേഹനിധികളായ ഉമ്മ സഹോദരിമാർ, ശബ്ദം ശ്രവിക്കുന്ന മാന്യ സുഹൃത്തുക്കൾ, അല്ലാഹു നമ്മുടെ മഹത്തായ വേദി ഇരുലോകത്തും വിജയിക്കാൻ കാരണമായ മഹത്തായ ഇബാദത്തായി കബൂലാക്കുമാറാകട്ടെ. ഇതുപോലൊരു മജ്‌ലിസ് സംഘടിപ്പിക്കാൻ തുടക്കം കുറിച്ച മീറ്റിംഗ് മുതൽ ഈ ഒരു നിമിഷം വരെ
ആരൊക്കെ നമ്മോട് സഹകരിച്ചോ സഹായിച്ചോ സംബന്ധിച്ചോ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ഈ പള്ളിയുടെ പരിസരത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞ പല ദിക്കുകളിൽ മറവിട്ട് കിടക്കുന്ന കുടുംബാംഗങ്ങൾക്കും സ്നേഹജനങ്ങൾക്കും സംഘടന നേതാക്കന്മാർ, വിശിഷ്യ താജുൽ ഉലമ ഉള്ളാളത്ത് തങ്ങൾ ഉപ്പാപ്പ, നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, പൊസോട്ട് തങ്ങൾ ഉപ്പാപ്പയടക്കമുള്ള മഹാരഥന്മാരായ ഉലമാഇന്റെ കൂടെ സാദാത്തുക്കളുടെ കൂടെ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ വർഷം ഞാൻ പറഞ്ഞ പ്രഭാഷണത്തിൽ ഇത്രയും കൃത്യനിഷ്ഠതയോടുകൂടെ തുടങ്ങിയ വേറെ ഒരു പരിപാടി എന്റെ ഓർമ്മയിലില്ല. 7 മണിക്ക് വരാൻ പറഞ്ഞു. അള്ളാന്റെ തൗഫീഖോടുകൂടെ ഞാനിവിടെ ഭക്ഷണം കഴിച്ച് 8 മണിക്ക് തുടങ്ങണമെന്നും പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇവിടെ എത്തിയപ്പോ എല്ലാവരും ആ ഒരു ചിന്ത പാലിച്ച് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഇനി ഒരു ചെറിയ വിഷമം നിങ്ങളോട് എനിക്ക് പറയാം. നമ്മുടെ മുമ്പിലുള്ള ഈ സദസ്സ് 2 തട്ടിലാണ്. ഒന്ന് VIP-കളായ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന കുറച്ച് കസേര, പിന്നെ ലോക്കൽ ടീം ബാക്കിൽ ഇങ്ങനെ പോകുമ്പോ ലോക്കലായിട്ട് മാറുക. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളൊന്നും ലോക്കലല്ല, നിങ്ങളൊക്കെ VIP-കളാണ്. കുറച്ച് മുമ്പ് ആ VIP സീറ്റിൽ ഒന്ന് കയറിയിരുന്ന വലിയ ഹൈറാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആളുകൾ അള്ളാഹു കബൂലാക്കട്ടെ. കുറച്ച് അടുത്ത് പോരി, കുഴപ്പമില്ല, പോരി അടുത്ത് പോരി. നിങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല മൈക്ക് സെറ്റ് ആണ്. ജയനല്ലേ പേര് അല്ലേ? അള്ളാഹു നല്ല ആരോഗ്യം കൊടുക്കട്ടെ. അങ്ങോട്ട് പോകണ്ട, ഇതിലല്ല, അതിന്റെ ആ ഇട കളയണ്ട, അതവിടെ തന്നെ നോട്ട്. ഞാൻ പറഞ്ഞ ഈ മുമ്പില് സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി ഇരിക്കരുത്. ആ ബാക്കിൽ ആ കോയനാട്ടത്തെ ടീമൊക്കെ ഒന്ന് കയറി മുമ്പൊക്കെ ഇരുന്നാൽ വലിയ ഹൈറാക്കാൻ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ഉദ്ഘാടന പ്രഭാഷണമാണ്. ശിഥിലമാകുന്ന ബന്ധം എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ. ഇന്ന് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് നമ്മൾ പരിശോധന നടത്തിയാൽ നമ്മുടെ പുതിയ തലമുറയിലുള്ള ജനവിഭാഗം അവരുടെ സാഹചര്യങ്ങളും പെരുമാറ്റങ്ങളും സ്വന്തം ശരീരത്തോട് മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് ശോഷിച്ച ഒരവസ്ഥയിലാണ്. പരസ്പരം കണ്ടാൽ പരിചയമില്ലാത്ത തരത്തിൽ നാട്ടുകാരായാലും അയൽവാസികളായാലും കുടുംബങ്ങളായാലും കൂടെ പഠിച്ചവരായാലും തന്റേതായ ലോകത്ത് താൻ മാത്രം എന്ന ഒരു മട്ടിലേക്കാണ് പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലുള്ള കൂട്ടുകാരെ ഒരാൾക്കും ആവശ്യമില്ല. അയൽവാസികളോട് ബന്ധം പുലർത്താൻ ഒരാളും താല്പര്യപ്പെടുന്നില്ല. നേരെ മറിച്ച് കേരളത്തിലുള്ള ആളുകളെ പോലും വിട്ടൊഴിഞ്ഞ് ഇന്ത്യയും കടന്ന് അമേരിക്കയിലുള്ള കുറെ കൂട്ടുകാർ
ആ കൂട്ടുകാരെ ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങി. അത് ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി അവരെ കൊണ്ട് ദുനിയാവിലും ഖൈറില്ല, ആഖിറത്തിലും ഉപകാരമില്ല. നാട്ടിലെ ആളുകളോട് മിണ്ടാനോ സഹകരിക്കാനോ അവരോട് വിഷയങ്ങൾ ചോദിക്കാനോ ഒന്നും നമ്മുടെ പുതിയ തലമുറകൾക്ക് താല്പര്യമില്ല. അവരെല്ലാം നമ്മുടെ നാട് വിട്ട് രാഷ്ട്രം വിട്ട് അങ്ങകലെ അമേരിക്കയടക്കമുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ആളുകളെ മാത്രമേ ഫ്രണ്ട്സാക്കൂ എന്ന ഒരു പുതിയ നിബന്ധനയും പുതിയ നിർബന്ധ ബുദ്ധിയുമാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ വിഷയം ഏതുകൊണ്ട് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊരു പിടുത്തവും എനിക്കില്ല. ഏതായിരിക്കട്ടെ എന്ന സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് മുഹമ്മദിന്റെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ജനതയെ വിളിച്ചോടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർളി വതുഖത്തിഉ അർഹാമകും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹു ഫഅസമ്മഹു വഅഅമാ അബ്സാറഹും. എന്താണ് അല്ലാഹു തആലയുടെ ചോദ്യം? ഫഹൽ അസൈതും ഇൻ തവല്ലൈതും, നിങ്ങളെ കരങ്ങളിലേക്ക് അധികാരമേൽക്കപ്പെട്ടാൽ, നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ ഭരണം കൈകളിലേക്ക് എത്തിയാൽ, നിങ്ങൾക്ക് മുമ്പിൽ മറ്റുള്ളവരെയെല്ലാം കീഴ്പ്പെടുത്തി നിങ്ങളെ ഭരണീയരായാൽ, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർളി, ഇങ്ങനൊരു അധികാരത്തിനുള്ള അവസരം കിട്ടിയാൽ നിങ്ങൾ നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുമോ? നാട്ടിലെ പ്രശ്നക്കാരായി തീരുമോ? നിങ്ങളെ ബന്ധങ്ങളെ നിങ്ങൾ വിച്ഛേദിച്ച് കളയുകയും ചെയ്യുമോ? ഈ ഒരു ചോദ്യം അല്ലാഹു തആല പറഞ്ഞ് അവസാനം അല്ലാഹു പറയുന്നത്, ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹു ഫഅസമ്മഹു വഅഅമാ അബ്സാറഹും. ഇങ്ങനെ അധികാരം കൈകളിലേക്ക് എത്തിയപ്പോൾ അവന്റെ സ്വന്തം ആവശ്യം അവന് തന്നെ നിർവഹിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന ആളുകൾ, നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന ആളുകൾ, ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൂടുതൽ ശപിച്ച ഒരു വിഭാഗമാണവർ. ഫഅസമ്മഹു വഅഅമാ അബ്സാറഹും, അവരെ അന്ധന്മാരാക്കി അല്ലാഹു തആല മാറ്റിയിട്ടുണ്ട്, അവരെ ചെവിപൊട്ടന്മാരായി അല്ലാഹു മാറ്റിയിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ആയത്ത്. ഏതൊരു വിഷയത്തിൽ നിങ്ങൾക്ക് അധികാരം കിട്ടിയോ, അത് പഞ്ചായത്തിന് മാത്രമല്ല, കേരള സംസ്ഥാനത്തിന്റെ അധികാരം മാത്രമല്ല, നമ്മുടെ കൈകളിലേക്ക് വന്ന മൊബൈൽ ഫോൺ അടക്കം നിങ്ങൾക്ക് മാത്രമല്ലേ അത് തുറക്കാൻ കഴിയൂ, നിങ്ങൾക്ക് മാത്രമല്ലേ അതിന്റെ കോഡ് മനസ്സിലാക്കാൻ കഴിയൂ, നിങ്ങൾക്ക് മാത്രമല്ലേ ഫേസ്ബുക്കിന്റെ പാസ്വേഡ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ പാസ്വേഡ് മാത്രം മനസ്സിലാക്കി നിങ്ങളുടെ ലോകമായ ഫേസ്ബുക്ക് അടക്കം എവിടെയെല്ലാം നിങ്ങൾക്ക് അധികാരം കിട്ടിയോ, ആ അധികാരം കിട്ടിയപ്പോ ഇങ്ങനെ നിങ്ങൾക്കുള്ളതായ അധികാരം കൈകളിലേക്ക് എത്തുമ്പോ നിങ്ങൾ ഈ നാടിൽ കുഴപ്പം സൃഷ്ടിക്കുന്നവരാകുമോ? നിങ്ങളോട് ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെ കുടുംബ ബന്ധമടക്കോ, നിങ്ങളെ അയൽവാസ ബന്ധമടക്കോ, നിങ്ങളെ മാതാപിതാക്കളോടുള്ള ബന്ധമടക്കോ, നിങ്ങളെ ഗുരുശിഷ്യ ബന്ധങ്ങളടക്കോ, അതെല്ലാം നിങ്ങൾ മുറിച്ച് കളയുമോ? അങ്ങനെ നിങ്ങൾ മുറിച്ച് കളയുന്നവരായാൽ അവരെ അല്ലാഹു തആല ശപിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. നമുക്ക് കാവല് തരട്ടെ. ഇതൊക്കെ ഉറക്കാമ്യം പറയാനുള്ള തോഫീഖ് വേറെ തരട്ടെ. നിങ്ങൾ ആമീനാണ് നമ്മളെ ആവേശം.
മണ്ണാർക്കാട്ട് നിന്ന് തുടങ്ങിയ യാത്ര അൽഹംദുലില്ലാ കാസർഗോഡ് വന്ന് അവസാനിച്ചു അല്ലേ? ഇതേതാ ടീം? MSKFC പുതിയ ടീം. ഈ നാട്ടുകാര സഅദിയന്റെ കുട്ടികൾ. അല്ലാഹു തആല MA ഉസ്താദിനെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടെ പഠിക്കണ മുത്താലിമീങ്ങളൊക്കെ അല്ലാഹു സുന്നത്തി ജമാഅത്തിന്റെ വലിയ ആലിമീങ്ങളാക്കി വളർത്തട്ടെ. അപ്പോ നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ നിങ്ങൾ പുലർത്തിക്കൊണ്ടുവരേണ്ട ബന്ധങ്ങളെ മുറിച്ചു കളയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശപിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അല്ലാഹുവിന്റെ ശാപത്തിന് അർഹരാകും. ഓ എന്റെ സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഖുർആനടക്കം കുടുംബ ബന്ധത്തെ കുറിച്ച് ബന്ധങ്ങളെ കുറിച്ച് ഉപയോഗിച്ച പദമേതാണ്? അർ-റഹീം എന്നാണ്. അർ-റഹീം ബന്ധം, അൽ-ഖറാബ ബന്ധം. മഹാനായ നബിതങ്ങൾ പറഞ്ഞു ഇന്നർ റഹിമ സിജ്നത്തുൻ മിനർ റഹ്മാൻ. ഇന്നർ റഹിമ സിജ്നത്തുൻ മിനർ റഹ്മാൻ. റഹ്മാനായ അല്ലാഹു തആലയുടെ ഏറ്റവും പരിശുദ്ധമായ നാമത്തിൽ നിന്ന് പിടിക്കപ്പെട്ട പദമാണ് റഹം എന്ന് പറയുന്ന പദം. സ്നേഹം എന്നതിനർത്ഥമുണ്ട്, കരുണ എന്നതിനർത്ഥമുണ്ട്, ബന്ധം എന്നതിനർത്ഥമുണ്ട്. ഇങ്ങനത്തെ റഹ്മാൻ എന്ന പദത്തിൽ നിന്നാണ് റഹം എന്ന് പറയുന്ന പദത്തെ അല്ലാഹു തആല പിടിച്ചെടുത്തത് എന്ന് നഹ്വിന്റെ ഖായിദയടക്കം മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് ഖറാബത്തിന് കുടുംബങ്ങളെ കുറിച്ച് റഹ്മ എന്ന് പറയുമ്പോൾ പദം പറഞ്ഞത്? നമുക്കറിയാം കുടുംബ ബന്ധത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിന്റെയും തിരു ഹദീസിന്റെയും വാചകങ്ങൾ നോക്കുമ്പോൾ സിലത്തുർ റഹീം എന്നാണ് പദം. എന്താണ് ഈ സിലത്തുർ റഹീം? ഈ റഹീം എന്ന് പറയുന്ന പദത്തില് അൽ ഖറാബ കുടുംബം എന്ന് പേര് പറയാൻ, കുടുംബത്തിന് റഹീം എന്ന് പേര് പറയാനുള്ള കാരണം സുമ്മിയത്ത് ബിദാലിക ലിഅന്നഹു ദാഇയത്തു തറാഹിമി ബൈനൽ അഖ്രിബാ. ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബങ്ങൾക്കിടയിൽ നല്ല നല്ല പെരുമാറ്റങ്ങൾ ഉണ്ടാകും, നല്ല കാരുണ്യം വച്ച് ഉയർത്തിക്കും. ഇങ്ങനെ പരസ്പരം സ്നേഹബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നു എന്നതിന്റെ കാരണം കൊണ്ടാണ് ഈ കുടുംബത്തിന് പോലും അല്ലാഹു തആല റഹീം എന്ന പദം പറഞ്ഞത് എന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയും. ഇതോ ഇരിക്കട്ടെ എന്റെ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഏത് ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ പറയാം? ഏത് ബന്ധം? അപ്പൊ ഞാനും നിങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുക. മാതാപിതാക്കളോടുള്ള ബന്ധം ഞാൻ കാസർഗോഡ് ഇഞ്ഞൊരു ഏരിയയും പറയാൻ പാടില്ല. അതുകൊണ്ട് ഏതായാലും ഞാൻ പറയണില്ല. വേണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബിൽ ഒന്ന് അടിച്ചാൽ മതി. ഉമ്മ എന്നുള്ള വിഷയത്തിന് നല്ലോണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമ്മളെ ഉമ്മാർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു മരിച്ചുപോയ ഉമ്മമാർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. സാധുവായ എന്റെ ഉപ്പ മരിച്ചിട്ട് കൊല്ലം 1 കഴിഞ്ഞു. അല്ലാഹുവേ, ഉപ്പാന്റെ ഖബറിലേക്ക് ഞങ്ങൾ പറയുന്നതെല്ലാം മിഥുന തവാബ് നൽകി നീ സ്വീകരിക്കണം റഹ്മാനേ. ഓ എന്റെ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ബഹുമാനപ്പെട്ട അബൂദർ തങ്ങൾ പറയുന്നു, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വസിയ്യത്ത് പറഞ്ഞു. നിങ്ങൾക്കറിയാലോ, വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ മരണവെപ്രാള സമയത്ത് മരിക്കുമെന്നുള്ള ധാരണയിലേക്ക് എത്തുമ്പോ ആ നേരത്ത് കൊടുക്കുന്ന വാക്കിനാണല്ലോ വസിയ്യത്ത് എന്ന് പറയുക. ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂദർ തങ്ങൾ പറയുന്നു, ഔസാനി ഖലീലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് വസിയത്ത് പറഞ്ഞു, ബിഹിസാലിൻ മിനൽ ഖൈർ, വലിയ നന്മയിലേക്ക് എന്നെ എത്തിക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ എനിക്ക് നൽകി. എന്നിട്ട് നബി തങ്ങൾ പറയുന്ന വസിയത്തുകൾ ഏതെന്നറിയോ? മഹാനായ അബൂദർ തങ്ങൾ പറയുന്ന, ഔസാനി അല്ലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി വഅൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി.
ദുന്യാവിന്റെ സാഹചര്യങ്ങളിൽ നിങ്ങൾ പരിശോധിക്കുമ്പോ നിങ്ങളെക്കാൾ ദുന്യാവ് കൂടുതലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. ദുന്യാവിൽ നിങ്ങളെക്കാൾ വലിയ മുതലാളിമാരിലേക്ക് നിങ്ങൾ നോക്കരുത്. ഓ അബൂദർ തങ്ങളെ നിങ്ങളെക്കാൾ താഴ്ന്ന പടിയിലുള്ള അധികാരമുള്ളവരും നിങ്ങളെക്കാൾ താഴ്ന്ന പടിയിലുള്ള പാവങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം. മുതലാളിമാരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടൂല എന്ന് ബഹുമാനപ്പെട്ട അബൂദർ തങ്ങൾ പറയുന്നു. ഒന്നാമത്തെ ഉപദേശം അതാണ്. രണ്ടാമത് എന്റെ ഹബീബ് എന്നോട് വസിയത്ത് പറഞ്ഞത് വഔസാനി ബിഹുബ്ബിൽ മസാകീൻ, പാവങ്ങളായ ആളുകളോട് മഹബ്ബത്ത് വെക്കണമെന്ന് എന്റെ ഹബീബ് എന്നോട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. പാവങ്ങളോട് ഇടകലർന്ന് ജീവിക്കണമെന്ന് എന്റെ മുത്തുനബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പോരാ പോരാ വഔസാനി അൻ അസില റഹിമി വഇൻ അദ്ബറതു, നിന്റെ കുടുംബങ്ങൾ നിന്നോട് വിട്ടുപിരിഞ്ഞാലോ, നിന്റെ കുടുംബങ്ങൾ നിന്നോട് തെറ്റിപ്പിരിഞ്ഞാലോ, നിന്റെ കുടുംബങ്ങൾ നിന്നോട് പിണങ്ങിപ്പിരിഞ്ഞാലോ, നിന്റെ കുടുംബത്തെ ചേർക്കലോ ആ ചേർക്കൽ നീ പരിസരിച്ചോണോ. വഔസാനി അൻ അസില റഹിമി, എന്റെ കുടുംബം തെറ്റിയാലും കുടുംബബന്ധം ഞാൻ പുലർത്തണമെന്ന് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഏതെല്ലാം മേഖലകളിൽ നമ്മൾ ബന്ധം പുലർത്തേണ്ടതുണ്ടോ ആ ബന്ധം പുലർത്തേണ്ട ആളുകളെ മുഖം ചൊടിച്ച് നമ്മളിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോ, വർത്തമാനം പറയാതെ മാറി നിൽക്കുമ്പോ, സലാം പറയാതെ മുഖം താഴ്ത്തുമ്പോ, മിണ്ടാണ്ട് നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ, നീ അവരടുക്കൽ പോയി ബന്ധം പുലർത്തണമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു വഔസാനി അല്ലാ ഫീഹി ഫില്ലാഹി ലൗമതലായിമ, അല്ലാഹുവിന്റെ കാര്യത്തിലാ, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിലാ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിലാ ഒരാക്ഷേപനം വന്നുകൊണ്ട് നിന്നെ ആക്ഷേപിച്ചാലോ ആ ആക്ഷേപത്തിന് നീ വില കൊടുക്കേണ്ടതില്ല. സാന്ദർഭികമായി ഞാൻ എന്റെ മുസ്ലിം ജമാഅത്തിന്റെ കാരണവന്മാരോട് പറയട്ടെയോ, ഓ എന്റെ മുസ്ലിം ജമാഅത്തിലെ നേതാക്കളെ, ഓ എന്റെ SYSന്റെ പ്രവർത്തകരെ, ഓ എന്റെ SSFന്റെ ചുരുങ്ങുന്ന പ്രവർത്തകരെ, നമ്മളെ താടി വെച്ചത് കാണുമ്പോ, നമ്മളെ തൊപ്പി ധരിച്ചത് കാണുമ്പോ, നമ്മളെ നബിദിനറാലി നടത്തുന്നത് കാണുമ്പോ, നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളോട് തൊട്ടുരുമി നിൽക്കുന്നത് കാണുമ്പോ, സാധാരണകൾ വന്നാ എണീറ്റ് നിൽക്കുന്നത് കാണുമ്പോ, അവരെ കൈകളിലേക്ക് നമ്മളെ ചുള്ളുവെച്ച് തുമ്പിക്കുന്നത് കാണുമ്പോ, റബീഉൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരികേശോ മർക്കസ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ അതിന്റെ ബറക്കത്ത് കൊടുക്കുന്ന നേരം പരിഹസിക്കുന്ന ആളുകളെ കണ്ടുകഴിഞ്ഞാൽ, ആക്ഷേപിക്കുന്നവരെ കണ്ടുകഴിഞ്ഞാൽ, കുറ്റപ്പെടുത്തുന്നവരെ കണ്ടുകഴിഞ്ഞാൽ മഹാനായ അബൂദർ തങ്ങളോട് കാലേ കൂടി ഹബീബായ നബി തങ്ങൾ പറയാ വഔസാനി അല്ലാ ഹാദ ബില്ലാഹി ദീനിന്റെ കാര്യത്തിൽ നിന്നാര് കൊച്ചാക്കിയാലും നീ അത് ഭയപ്പെടേണ്ടതില്ല. ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തിന് നീ ചെവികൊടുക്കേണ്ടതില്ല. ഒരാളുടെ കുറ്റപ്പെടുത്തുന്ന വിഷയത്തിൽ നീ തളർന്നു പോകേണ്ടതില്ല. വഔസാനി അല്ലാ ഹാദ ബില്ലാഹി ഓ എന്റെ SSFകാരാ, നിങ്ങളൊരു തലയില്ലാത്തവരാ, കഥയില്ലാത്തവരാ എന്ന് ഏതെങ്കിലും ഒരാൾ നമ്മുടെ സംഘടനയെ കൊച്ചാകുമ്പോ അവിടെ ഈ ഹബീബിന്റെ പ്രഖ്യാപനമാ മനതലങ്ങളിലേക്ക് ഓടി വരേണ്ടത്. ആരേത് ദീനിന്റെ കാര്യത്തിൽ ആക്ഷേപിച്ചാലും ആ ആക്ഷേപകന്റെ ആക്ഷേപത്തെ നിങ്ങൾ ഭയപ്പെടണ്ട. അബൂദർ മഹാനായ
മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകട്ടെ. അല്ലാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. അല്ലാഹുവേ മരണം വരെ സുന്നത്തി ജമാഅത്തിന് വേണ്ടി ഓടി നടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ദുനിയാവിന്റെ പളപളപ്പ് കാണുമ്പോൾ സംഘടന ഇട്ടെറിഞ്ഞു പോകുന്ന ദുസ്വഭാവികളിൽ മുനാഫിഖീങ്ങളിൽ ഞങ്ങളെ ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ അബൂദർ തങ്ങളോട് പറഞ്ഞു ഔസാനി അന സത്യം അത് എത്ര കൈപ്പുള്ളതായാലും സത്യം നീ മുഖത്ത് നോക്കി പറഞ്ഞോട് കേട്ടോ. സത്യമായി നിനക്ക് ധരിച്ചതല്ല, സത്യമാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടതല്ല, സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടതല്ല. എത്ര വലിയ അതേ കൈപ്പുള്ള വാക്കുകളായാലും എത്ര പ്രതിസന്ധി ഘട്ടങ്ങളായാലും ഏതേത് പ്രശ്നങ്ങളുള്ള നേടായാലും അവിടെയെല്ലാം സത്യം നീ തുറന്നു പറയാൻ മടി കാണിക്കരുത്. വീണ്ടും നിമിതങ്ങൾ എന്നോട് പറഞ്ഞ വേറൊരു വസിയ്യത്തുണ്ട്. അബൂദർതങ്ങളെ നിങ്ങളെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ധാരാളം ചൊല്ലിക്കോളൂ. ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ എടുത്തു വെക്കുന്ന ഒരു നിധിയാണെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി. ആകെ നമുക്കത് ചൊല്ലാനുള്ള സമയമാണ് ഹയ്യാലു സലാ ഹയ്യാലൽ ഫലാഹ്. നമ്മള് കേട്ടിട്ട് എത്ര കാലം ഇന്ന് വയതൊക്കെ പറഞ്ഞുകൊണ്ട് കേശിറോഡ് ഉസ്താദ് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെ കച്ചടക്ക ചെയ്യണോണ്ട് നമ്മളെ പള്ളിയിൽ നിന്ന് കേട്ട അപ്പൊ നമ്മള് ജവാജ് വലിയവരും ഉണ്ട് ചെല്ലാത്തവരും ഉണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ ദിക്ർ നിങ്ങൾ കൂടുതൽ അധികരിപ്പിച്ചോളണം. ആ ദിക്റുകളല്ല നിങ്ങളെ കാരണക്കാരായ മുഅദ്ദിനിനെ പോലെ നിങ്ങൾ ആദരിച്ചോളണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇമാം തബറാനി തങ്ങൾ ഇബ്നു ഹിബ്ബാൻ തങ്ങളും അവരുടെ സ്വഹീഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത് ഒരൊറ്റ കാര്യമാണ്. ബഹുമാനപ്പെട്ട അബൂദർ തങ്ങൾ പറഞ്ഞത് വഔസാനി അൻ അസില റഹിമി വഇൻ അദ്ബറത് നിന്നോട് ഇങ്ങോട്ട് പിണങ്ങി നിന്നാലും നിന്റെ ബന്ധങ്ങൾ നീ പുലർത്തിയേ മതിയാകൂ. എന്റെ ഹബീബായ നബി തങ്ങൾ എന്നോട് വസിയ്യത്ത് പറയുകയാ. കാരണം എന്താ? മിണ്ടാത്ത ആളുകളോട് അങ്ങോട്ട് മിണ്ടരോ, ഇങ്ങോട്ട് ആക്രമിച്ച ആളുകൾക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കണോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് മാന്യന്മാരുടെ സ്വഭാവമാണ് കേട്ടോ. സലാത്തുൻ മിൻ അഖ്ലാഖിൽ ജന്ന, സ്വർഗ്ഗാവകാശികളായ മാന്യന്മാരുടെ സ്വഭാവം മൂന്നെണ്ണമാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാള് മാന്യനാണോ എന്നാ അവന്റെ തലപ്പാവും കന്തൂറി ഷൂവും സോക്സ് ഇതൊന്നും കണ്ടുകാട്ടങ്ങൾ മാന്യനാക്കി കാണണ്ട. ഒരാളുടെ മാന്യത മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു അലാ അദുല്ലുക അലാ അക്റമി അഖ്ലാഖി ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലുമുള്ള മാന്യന്മാരായ ആളുകളുടെ സ്വഭാവം ഓ എന്റെ സ്വഹാബത്തെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നബി തങ്ങൾ പറയുന്നു ആരാണ് ആ മാന്യന്മാർ? നബി തങ്ങൾ പറഞ്ഞു അൻതസില മൻ ഖതഅക, നിന്നോട് ഇങ്ങോട്ട് ബന്ധമില്ലാത്ത ആളുകളോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക. ഇങ്ങോട്ട് ചിരിക്കാത്ത ആളുകൾക്ക് അങ്ങോട്ട് ചിരിച്ചു കൊടുക്കുക. നിന്നോട് ബന്ധം മുറിച്ച കുടുംബമായാലും അയൽവാസികളായാലും ഗുരുശിഷ്യ ബന്ധമായാലും മാതാപിതാക്കളായാലും ജ്യേഷ്ഠനിയന്മാരായാലും ഏത് വിഷയത്തിലും നിന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ച ആളുകളോട് അങ്ങോട്ട് പോയി ബന്ധം പുലർത്തുക. ഇത് മാന്യന്മാരുടെ സ്വഭാവമാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാ ചില ആൾക്കാർ അടുപ്പിക്കാൻ പറ്റാത്ത ജാതി
ചില സ്ഥലത്ത് ആ മാന്യത നമ്മൾ ഒഴിവാക്കണം. എന്താ പറയുക, മുസ്ലിം സമുദായത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ സ്ഥാപിച്ചത് മുതൽ പുത്തൻവാദികളായ ആളുകളോട് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, ആൻഡ് പാർട്ടി മുഴുവൻ ഓലെ കുറിച്ചൊക്കെ ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട്. തമ്മാടിന്ന് ഞാൻ കൽപ്പിച്ചുകൂട്ടി പറഞ്ഞതാ, കഴിച്ചു പോയതൊന്നല്ലേ. കേരളത്തിലെ നല്ലൊരു സാഹചര്യം മോശാക്കിയിട്ട് നാട്ടിൽ കുഴപ്പം സൃഷ്ടിച്ച ആൾക്കാർക്ക് പിന്നെ എന്തോ ഓമന പേര് നമ്മൾ കാണുക. അതിൽ നിങ്ങളെ നാട്ടിലെ ഐറ്റ പ്രവർത്തകരൊക്കെ അങ്ങനെയാന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ. നിങ്ങൾക്കാണ് ചിരിച്ചാ മതി. നമ്മളെ വണ്ടിന്റെ ചില്ല് പോകുമ്പോഴേ അതിന് ഓല് കാത്തിക്കാൻ ഒരു മടിക്കൂല. പിന്നെ ഇവിടെ പോലും ഇല്ലല്ലോ. ബർക്കത്തിന് ഏതായാലും കുറച്ചുണ്ടായിക്കോട്ടെ, കണ്ണേറട്ടൂലല്ലോ. അതിനുള്ള നമ്മളൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ ആ വീടിന്റെ മുമ്പിൽ ഒരു ചിലപ്പോൾ എന്താ പഴയ കാലത്തൊക്കെ എന്തെങ്കിലും വരച്ചു വെക്കല്ല, അന്ന് ശരിയല്ല. എന്നാലും എന്ത് കണ്ണേറട്ടാക്കാൻ വേണ്ടി അങ്ങനത്തെ കുറച്ചുണ്ടായിക്കോട്ടെ. അള്ളാഹു ഓൽക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ക്ഷീണിച്ചോ? കുറച്ച് വെള്ളം ക്ഷീണം നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്റെ മാറിയത് പോലും മാറും. അപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ സ്ഥാപിച്ചപ്പോ ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, മുജാഹിദ് അടക്കമുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സമീപിക്കണമെന്നൊരു സമീപന രീതി പഴയകാലത്തെ ആലിമീങ്ങൾ പറഞ്ഞു. അതൊക്കെ ഇപ്പൊ ഇങ്ങനെ വായിക്കുമ്പോ നമ്മുടെ ഈ പുതിയ തലമുറയുള്ള മുജാഹിദിനും ജമാഅത്തുകാരും തബ്ലീഗുകാരും കണ്ടുകൊണ്ട് പറഞ്ഞ പോലെ ഇപ്പൊ രാജ്യദ്രോഹ കുറ്റത്തില് പിടിക്കപ്പെട്ടതൊക്കെ മുജാഹിദ്. അതിന് ആട് മുജാഹിദായാലും ശരി, മൂരി മുജാഹിദായാലും ശരി, പെരിച്ചായി മുജാഹിദായാലും ശരി, ഒക്കെ മുജാഹിദ്. നാളിപ്പോ ഒരാള് പറഞ്ഞു വാട്സപ്പ് ഗ്രൂപ്പിലേക്കാൾ വലിയ ഗ്രൂപ്പ് ഇപ്പൊ ഉള്ള മുജാഹിദലാണ്. വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് തുറന്ന അപ്പൊരു ഗ്രൂപ്പ് അതിലുണ്ട്, നമ്മളുണ്ട് അവിടെ. അതിന്റെക്കാൾ കൂടുതൽ ഗ്രൂപ്പ് ഉള്ള ഇപ്പൊ മുജാഹിദ്. ഏത് ടീമായാലും ശരി, ഇന്ന് കേരളത്തിൽ നിന്ന്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാതെ പോയ ചെറുപ്പക്കാര് മുഴുവനും സലഫി ആശയക്കാരൻ. ഈ സലഫി പറഞ്ഞ എന്താ? അതിന്റെ മുജാഹിദ്. ഇപ്പോലെ തന്നെ പറയാൻ മടിയിക്കണം, ഓൽക്ക് പേടിയാ, ഇത് പറഞ്ഞാ കുടുങ്ങോ. അപ്പൊ അങ്ങനത്തെ ആളുകളോടുള്ള ബന്ധത്തെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞു. അങ്ങനത്തെ ആളുകളോട് നമ്മൾ മിണ്ടാണ്ടിരിക്കണം. കാരണം അവരോട് മിണ്ടുക എന്നത് അത് രാജ്യത്തോട് ചെയ്യുന്ന അക്രമമാണ്. മിണ്ടാൻ പാടില്ല. അക്രമകാരികളാണവ, ഭീകരവാദികളാണവ, തീവ്രവാദികളാണവ. ഈ ലോകത്തിലുള്ള നല്ല ഒരു സാഹചര്യത്തെ മാറ്റിമറിക്കാൻ ഗൂഢതന്ത്രം നിർവഹിക്കുന്നവരാണവ. അവരോടല്ല ഈ പറയുന്നത്. നല്ല ആളുകളിൽ നിന്ന് നിങ്ങളോടെങ്ങാനും മിണ്ടാണ്ട് ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരോട് പോയി അങ്ങോട്ട് ബന്ധപ്പെടല നല്ല ശൈലിയും മഹാന്മാരായ മാന്യന്മാരുടെ പെരുമാറ്റവുമാണ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയുന്നു, നിനക്ക് ഇങ്ങോട്ട് തരാത്ത ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുക, നിന്നെ ഇങ്ങോട്ട് സഹായിക്കാത്ത ആളുകൾക്ക് അങ്ങോട്ട് സഹായിക്കുക. അത് മാന്യന്മാരുടെ സ്വഭാവമാണ്. നിങ്ങളെന്തോരം 100 രൂപ കടത്തിന് പോയി. 100 രൂപ കടത്തിന് പോയപ്പോ ഇവിടെ അല്ല ആചാര്യ വന്ന 100 രൂപ ടൈം ഉറുപ്പ്യാൻ തരും. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ മറ്റേ ഇയാള് എന്താളെ പേര്, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം ഉണ്ട്, എന്താണ് പേര്? ഇപ്പൊ ആർക്കും മൂപ്പര വേണ്ട. വലിയ മുതലാളി, കോടീശ്വരനായ ആലുക്കാസ് എന്നതിന്റെ പേര് അറ്റ്ലസ്. നമ്മളാ പേരെന്നെ ദുബായ് പോയപ്പോഴല്ലേ മൂപ്പര അവസ്ഥ മനസ്സിലായി. മൂപ്പര് ഇപ്പൊ ജയിലില്ല, കടം കയറി. സിനിമാക്കാര് തിരിഞ്ഞു നോക്കണം, പല രാഷ്ട്രീയക്കാരും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരാളും തിരിഞ്ഞു നോക്കണം.
ഞാൻ അങ്ങനെ ആലോചിച്ച് മൂപ്പരങ്ങാനൊരു SYSRനൊക്കെ ആണെങ്കിൽ ഇപ്പോ യൂസുഫലി അടക്കമുള്ള ആൾക്കാരുണ്ടല്ലോ കാന്തപുരം ഉസ്താദിന്റെ ഒപ്പം ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കണം. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഒട്ടിച്ചേർന്നെങ്ങാനും നിന്നിക്കണമെങ്കിൽ അയാൾ കഴിച്ചിലായി പോയി എന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു. കാരണം എന്താ, സുന്നത്തി ജമാഅത്തിനെ ഹയാത്തുള്ള കാലത്ത് ഒരുപാട് വേദനിപ്പിച്ചിരുന്ന അബ്ദുൽ നാസർ മദനി അടക്കമുള്ള ആ മഹാപണ്ഡിതന്മാരെ SSFകാര് മാറില്ല. അയാൾക്ക് കൊടുക്കേണ്ട സഹായഹസ്തവുമായി SYSലെ സാന്ത്വനത്തിന്റെ ടീം അബ്ദുൽ നാസർ മദനിയെ കാണാൻ പോയി. എത്രയോ എതിർത്തിരുന്ന അല്ലാഹു അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കട്ടെ. അല്ലാഹു വേണ്ടി അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കണേ. അദ്ദേഹത്തിന് ഞങ്ങളിലേക്ക് നീ തിരിച്ചു നൽകണേ. അദ്ദേഹത്തിന് നീ കാവൽ കൊടുക്കണേ. അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിച്ച് ഞങ്ങളിലേക്ക് പഴയ പോലെ സുന്നത്തി ജമാഅത്തിന്റെ വഅദ് നടത്താനുള്ള ആഫിയത്ത് തിരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞാൻ പറയട്ടെ എന്റെ സുഹൃത്തുക്കളെ, നിനക്ക് ഇങ്ങോട്ട് തരാത്ത ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പൊ ഇൻഷാ അല്ലാഹ് SYSന്റെ പുതിയ പദ്ധതി സാന്ത്വന പദ്ധതി തുടങ്ങുകയാണ് അല്ലേ? അവിടെ നമ്മൾ വീൽ ചെയർ ഒക്കെ കൊണ്ടുവരും, നല്ല ബെഡ്. ആർക്കത്? SYS അസുഖായ ഓൽക്കിരിക്കാൻ മാത്രല്ല, സുഖമില്ലാത്ത SYSകാർക്കും SSFകാർക്കും മുസ്ലിം ജമാഅത്തിനും മാത്രമല്ല, ഇവിടെ ഏത് മതക്കാരൻ ഏത് വിഭാഗക്കാരൻ ആരൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ടോ അവരടുക്കലേക്കെല്ലാം അവർക്ക് ഒരു സഹായഹസ്തവുമായി ഞങ്ങൾ SYSകാർ മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ. ഇങ്ങോട്ട് എതിർത്തിരുന്ന ആളാ, ഇങ്ങോട്ട് ഞങ്ങളൊരു രൂപ സംഭാവന തരാത്തയാളാ, ഞങ്ങൾ അങ്ങോട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നല്ല വീൽ ചെയർ. അതാ മഹാനായ നിബിതങ്ങൾ പറഞ്ഞത്, ഓ എന്റെ സ്വഹബാബത്തുറപ്പിയമനെ ഹറമക്ക, നിനക്ക് ഇങ്ങോട്ട് തരാത്ത ആളുകൾക്ക് തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നവരാവുക. അത് മാന്യന്മാരുടെ സ്വഭാവമാണ്, സ്വർഗാവകാശികളുടെ സ്വഭാവമാണ്. നിന്നെ ഇങ്ങോട്ട് ആക്രമിച്ചവരോട് തിരിച്ച് മാപ്പ് ചെയ്തു കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുക എന്നോ അത് ഭീരുക്കളുടെ സ്വഭാവമല്ലോ, അത് മാന്യന്മാരുടെ സ്വഭാവമാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങളെ ഈ നാട്ടിലുള്ള സമാധാനം പേരടിഞ്ഞ സുബ്ഹാനല്ലാഹ്. SSFന്റെ എന്ത് പോസ്റ്റർ ഒട്ടിച്ചാലും കീറാനായിട്ടൊരു ടീം. സൗഹൃദ ചായ ഒരു ചായ കൊടുക്കുന്നുണ്ട് ഇവിടെ നടത്തി. നാളെ പിന്നെ നാളെ വിളിച്ചാൽ മതി. ഒരു ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കുടിക്കുന്നു പോയി. എന്താ ചെയ്യില്ല, നമുക്ക് അതിനും ഭാഗ്യല്ല. നാളെ ആരാ പോയത്? ആ മൂപ്പർക്ക് ചായയും കിട്ടും ഉണ്ടിങ്. നമുക്ക് ഈ വേദന കയ്യാട്ടെ. അപ്പൊ സൗഹാർദ്ദ ചായ എന്ന് പറഞ്ഞാണ്ട് എല്ലാ ആൾക്കാർക്കും ചായ ഫ്രീ. കടിയും ബില്ലൊന്നുമില്ല അവിടെ. കുടിച്ചു പോയിക്കോളാം സന്തോഷത്തിന്. സലാം പറയേണ്ട ആൾക്കാർ സലാം പറയാം. ക്രിസ്ത്യാനി ആളാണെങ്കിൽ പിന്നെ അറബികൾ കാട്ടണന്മാര് അഖിലം എന്നാണ് പെടും. ഹിന്ദു സുഹൃത്തുക്കളായാലും ഓരോടും നമ്മൾ അഖിലം സലാം കൊണ്ട് കളിക്കാൻ പറ്റൂല. മതത്തിന്റെ ഒരു നിയമമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചില മുസ്ലിം സുഹൃത്തുക്കൾ തോന്നി എന്താ ഇറ്റങ്ങൾ ഞങ്ങളോട് സലാം പറയാം അല്ലേ? ജയാട്ടങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടോ? ഞങ്ങൾ നിങ്ങളെ കണ്ട ചിരിച്ചിട സുഖല്ലേ സഖാക്കളാണെങ്കിൽ ആൽസലാന്ന് പറയാം. ഓൽക്കൊരു സന്തോഷാണ്. ഏത് ആൾക്കാരോട് ഞങ്ങൾ അതിന്റെ അടുത്തുള്ള സമീപനങ്ങളാണ്. പക്ഷെ മുസ്ലിമിനെ കണ്ടാ സലാം പറയണം. അത് മുസ്ലിങ്ങളോട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതൊരു ഇബാദത്ത്, ഒരു ആരാധനയുമായതുകൊണ്ട് അത് ചെയ്യേണ്ട പോലെ നമ്മൾ ചെയ്യേണ്ടി വരും. സലാം പറയലേ ആരാധന. അപ്പൊ അത് അതിന്റെ റൂട്ടിൽ നമ്മൾ ചെയ്യും. അല്ലാത്തവർക്കൊക്കെ സ്വാഗതം. നാളത്തെ സുഹൃത ചായത്ത് എല്ലാ ആൾക്കാർക്കും വരാം. സുബ്ഹാനല്ലാഹ്. ഒരാഴ്ച മുമ്പ് സൗഹൃദ ചായക്ക് ഉണ്ടാക്കിയ ടെന്റൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടുള്ള ഒരു ടീം. ഇവിടെ ആ ടീമില്ല. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കില്ല. പാവപ്പെട്ട ആൾക്കാർക്കുള്ള ചായ കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ സാഹചര്യം ഒരുക്കിയപ്പോ അത് കത്തിക്കാനായിട്ട് എന്താ വില കുറിച്ച് നമ്മൾ പേര് പറയാം. നമ്മളിപ്പോ ഒന്നും പറയണ്ട. അപ്പൊ ആ പേര് അങ്ങനെ തന്നെ നിന്നോട്ടെ. അപ്പൊ അങ്ങനത്തെ ടീമായാലും നാളെ നിങ്ങൾക്ക് നമ്മൾ തരും ചായ. എല്ലാവർക്കും ചായ ഉണ്ട്. ഏത് ടീമിനും കയറി വരാം. ഒരു ചായ എന്താ കാട്ടി, എന്ത് കാട്ടിയായാലും അതാണ് 4 മണിക്ക്.
4 ഐറ്റംസ് കടി, എന്നാലും ഒരാൾക്കൊന്നും തന്നെ എടുക്കാം. അല്ലാഹു അലം. ഇതിപ്പോ ഞാൻ ഇവിടെ എല്ലാത്തോണ്ട് പണി വിശ്വസിക്കുക. ഹബീബായ നബി തങ്ങൾ പറയുന്നു, നിന്നെ ഇങ്ങോട്ട് ആക്രമിച്ച ആളുകൾക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക. അതേ സൗഹൃദജാലികളെ കടയങ്ങാനും കത്തിച്ചു കളഞ്ഞതിന്റെ പേരിൽ അവരുടെ പോസ്റ്റോ അവരുടെ മീറ്റിംഗോ അവരുടെ സംഘടന പ്രവർത്തനം നടത്തുന്ന ഓഫീസുകളോ തകർക്കാൻ പോകാതിരിക്കുക. നിങ്ങൾ വിചാരിച്ചോ SSFകാർക്ക് പോസ്റ്റർ പറിച്ചിട്ട് കിട്ടാണെന്ന്? SYSകാർക്ക് തല്ലിയവനെ തിരിച്ചതല്ല ഞങ്ങളെ കൈ വാഴക്കഴിയാണെന്ന്. അല്ല അല്ല, മഹാനായ നിബിധങ്ങൾ പറഞ്ഞ മാന്യന്മാരുടെ സ്വഭാവമാണ് ഇങ്ങോട്ട് ആക്രമിച്ചവന് അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക. ഓ എന്റെ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് വന്നുകൊണ്ട് ചോദിച്ചു, യാ അല്ലാഹുവിന്റെ നബിയേ, മൻ ഖൈറുൻ നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവരാരാണ്? ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരാരാണ്? ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരാരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അത്തഖാഹുൽ ലിറബ്ബി വഅവ്സലുഹുൽ ലിറഹിമി. അല്ലാഹു തആലാനെ ഭയപ്പെട്ടും അല്ലാഹുവിനെ വഴിപ്പെട്ടും ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖിയുണ്ടോ? ആ തഖ്വയുള്ളയോട് ബന്ധങ്ങളെ വിച്ഛേദിക്കാതെ ഊട്ടിയുറപ്പിക്കുന്നവനാരോ അവനാ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. നിബിധങ്ങളെ നിർത്തിയില്ല. തെറ്റായ കാര്യങ്ങൾ കാണുമ്പോ മാന്യമായി വിരോധിച്ചുകൊണ്ട് ചെയ്യല്ല കൊല്ലുമോനെ എന്ന് പറഞ്ഞ് അവരെ ഉപദേശിക്കാൻ മനസ്സ് വെക്കുന്നവനാരോ? നല്ല കാര്യങ്ങൾക്കാതെ മറ്റുള്ളവരെ കൽപ്പിക്കുന്നവനാരോ? അവരാണേ മാന്യന്മാരെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാ മിണ്ടാത്തവരോട് അങ്ങോട്ട് മിണ്ടണമെന്ന് പറഞ്ഞത്? ഇങ്ങോട്ട് സലാം പറയാത്തവരോട് അങ്ങോട്ട് സലാം പറയണമെന്ന് പറഞ്ഞത്? ഇങ്ങോട്ട് ആക്രമിച്ചവന് മാപ്പ് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലയോ? അതേ 3 സ്വഭാവം ഒരാളിലുണ്ടായാൽ അല്ലാഹു തആല അവരെ ചെറിയ നിലയ്ക്ക് വിചാരണ ചെയ്യും. അവരുടെ വിചാരണയിൽ പടച്ചറപ്പ് വിചാരണയിൽ ഇളവ് കൊടുക്കുന്നുണ്ട്. ചെറുപ്പക്കാരാ, നാളെ ആഖിറത്തിലെ റബ്ബിന്റെ മുമ്പിലേക്ക് കൈകടിക്കുന്നതിന് പകരം കോടാനും മലായികത്തുകളും അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോ മഹ്ശറയാകുന്ന ഭൂമിയിലേക്ക് ചെന്ന് റബ്ബ് തആല വിചാരണയ്ക്ക് വേണ്ടി ഓരോരുത്തരെ വിളിക്കുന്ന നേരോ അല്ലാഹു തആല എളുപ്പത്തിൽ വിചാരണ കഴിച്ച് പറഞ്ഞു വിടണോ? റബ്ബിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നടാ. ഏതാണ് 3 സ്വഭാവം? 3 സ്വഭാവം ഒരാളിൽ അല്ലാഹു തആല കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു തആല വിചാരണക്ക് കടികട്ടി കൊടുക്കില്ല. വളരെ എളുപ്പത്തോടുകൂടെയുള്ള വിചാരണയാ. ആ വിചാരണ കഴിഞ്ഞു അല്ലാഹുവിന്റെ കാരുണ്യത്തോടുകൂടെ സ്വർഗ്ഗത്തിലേക്ക് കിടക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ അല്ലാഹു കൊടുത്ത 3 സ്വഭാവങ്ങളുണ്ട്. ഏതാണ് 3 സ്വഭാവമെന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, പറഞ്ഞ 3 കാര്യങ്ങൾ. ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കുക,
ഇങ്ങോട്ട് ബന്ധം പുലർത്താത്തവരോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക, ഇങ്ങോട്ട് ആക്രമിച്ച ആളുകൾക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്യുക. ഈ 3 സ്വഭാവം ഒരാളിൽ ഒത്തിണങ്ങിയാൽ അവൻ അല്ലാഹു തആല ചെറിയ വിചാരണയെ നൽകൂ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഓ എന്റെ സഹോദരന്മാരെ, ഞാൻ നിർത്തട്ടെയോ? വിശാലമായി പറയേണ്ട വിഷയമാണ്. ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നു. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഇന്നലീ നബിയേ, എനിക്ക് ചില കുടുംബങ്ങളുണ്ട്, ചില ബന്ധുക്കളുണ്ട്, ചില കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളുടെ സ്വഭാവം അസുലൂ ഞാനവരോട് ബന്ധം പുലർത്തുന്നവരാണ്, ഞാനവരോട് നല്ല നിലയിൽ പെരുമാറുന്നവരാണ്. പക്ഷെ ആ കുടുംബം എന്നോട് തിരിച്ചങ്ങനെയല്ല, അവരിങ്ങോട്ട് വളരെ മോശമായി പെരുമാറുന്നവരാണ്. അവരെ എന്നെ ആക്രമിക്കുമ്പോ തിരിച്ച് ഞാൻ ആക്രമിക്കാറില്ല. അവർ ചീത്ത പറഞ്ഞപ്പോ തിരിച്ച് ചീത്ത പറഞ്ഞില്ല. അവർ ചെയ്യുന്ന അക്രമത്തിനെല്ലാം ഞാൻ മാപ്പ് കൊടുത്തവനാണ്. അവരിങ്ങോട്ട് നന്മ ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ അവർക്ക് തിരിച്ച് നന്മ ചെയ്യാറുണ്ട് നബിയേ. ഞാൻ അവരോട് പകരത്തിന് പകരം ചെയ്യട്ടെ നബിയേ. ഒരു സ്വഹാബിയുടെ സങ്കട, കുടുംബങ്ങളൊന്നും ഇങ്ങോട്ട് മുണ്ടണില്ല, ഞാൻ അവരോട് കുറെ കാലം അങ്ങോട്ട് പോയി മുമ്പ് അവർ എന്നെ ആക്രമിക്കുമ്പോഴൊക്കെ ആക്രമത്തിന് ഞാൻ മാപ്പേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇങ്ങോട്ട് വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് അത് മാപ്പ് ചെയ്ത് പൊരുത്തപ്പെട്ടു കൊടുക്കാറാണ് പതിവ്. നബിയെ, ഞാൻ അവരോട് പകരത്തിനൊന്നും പകരം ചോദിക്കുന്ന നബിയെ. നമ്മുടെ പുതിയ തലമുറയുടെ ഭാഷ പറഞ്ഞ ഞാൻ ഓന് 8ന്റെ പണി കൊടുക്കട്ടെ നബിയെ. നാളെ ആരോ ചോദിച്ചാൽ 8ന്റെ പണി എന്ന് പറയാൻ 10ന്റെ പണി എന്ന് പറഞ്ഞൂടാ, അല്ലെങ്കിൽ 9ന്റെ പണി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി എന്താ പ്രയോഗത്തിന്റെ അർത്ഥം? നമ്മളെ വിഷയം അതല്ലാത്തോണ്ട് ഞാൻ പറയുന്നു. 8ന്റെ പണി, 7ന്റെ പണിയെന്ന്, 6ന്റെ പണിയെന്ന്, 5ന്റെ പണിയെന്നും പറയാം. എന്താ 8ന്റെ പണി? ന്യൂ ജനറേഷന്റെ ഓരോ വാക്കുകളാണ്. ഇല്ല ഇല്ല, ഇവിടെ അല്ലേ അജി? ഇല്ലേ, ഉണ്ട്. 8ന്റെ പണി, 8ന്റെ പണി കിട്ടിയിട്ടോ, അല്ലെങ്കിൽ 8ന്റെ പണി നമ്മൾ തരൂട്ടോ. എന്താ നിങ്ങള് ഈ 8 ഏത് കണക്കിലുള്ള ഓരോ നിങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8 അല്ലാതെ 9 വരെയുള്ളതൊക്കെ നിങ്ങൾ നോക്കിയാണ് എല്ലാത്തിലും രക്ഷപ്പെടാൻ ഒരു വഴി ഉണ്ടാവും. 3 എഴുതിയാൽ ഒരു ഭാഗത്ത് കണ്ടം മുറിച്ചിട്ടേ 3 കാണുക. അതായത് 3ന്റെ ഉള്ളിൽ നമ്മൾ കുടുങ്ങൂല. 4 ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങൂല, 5ലും കുടുങ്ങാല്ല. 6ൽ ഒരു ഭാഗത്ത് മാത്രമേ വട്ടുള്ളൂ, മറ്റൊരു ഭാഗത്ത് ഫ്രീയാണ്. 7 അങ്ങനെ, 9 അങ്ങനെ. 8 അങ്ങനെയല്ല. 8ന്റെ ഉള്ളിൽ കുടുങ്ങിയ ഒരു പെടലല്ല. അത് 1ലേക്ക് അവിടെ കുടുങ്ങുമല്ല, ഇവിടെ കുടുങ്ങും. അതുകൊണ്ടാണ് ഈ 8ന്റെ പണി. ഇനിയിപ്പോ അത് സനത് ഉണ്ടോ ചോദിച്ചാൽ ഞാനൊന്ന് പറഞ്ഞു തന്നു. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന നബിയേ, ഞാൻ അവരോട് മാന്യമായിട്ടേ പെരുമാറാറുള്ളൂ. അവരെ ചീത്ത പറഞ്ഞാ തിരിച്ചു പറയാറില്ല, അവരെന്നെ ആക്രമിച്ചാ തിരിച്ചാക്രമിക്കാറില്ല. നബിയേ, ഞാൻ അവരോട് പകരം വീട്ടട്ടെ നബിയേ. എന്നീ സ്വഹാബിയുടെ വിഷമം കൊണ്ട് നബി തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടൊരു സമ്മതം ചോദിക്കുമ്പോ, അടിച്ചവനൊന്ന് തിരിച്ചടിക്കാൻ ചോദിക്കുമ്പോ, പറഞ്ഞവനൊന്ന് തിരിച്ചു പറയാനുള്ള അവസരം ചോദിക്കുമ്പോ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, പൊന്നുമോനെ, വേണ്ട വേണ്ട, നീ അവരെ എതിർക്കാൻ പോകണ്ട, അവരെ നീ തിരിച്ചാക്രമിക്കാൻ പോകണ്ട, പറഞ്ഞതിന് തിരിച്ചു പറയാനും പോകണ്ട.
ഇതേ മാർഗത്തിൽ തന്നെ നീ അങ്ങ് ജീവിച്ചു പോയാൽ, പകരം വീട്ടാത്ത ശൈലി നീ സ്വീകരിച്ചു പോയാൽ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. അല്ലാഹു നിന്നിലേക്ക് സഹായം വർഷിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലോ. ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിന്നൽ വാസിലല്ലദീ ഇദാ ഖുതിയത് റഹിമുഹു വസലഹാ കമാ ഖാല റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫി, പകരത്തിന് പകരം കൊടുക്കുന്നവനല്ല യഥാർത്ഥ കുടുംബബന്ധം പുലർത്തുന്നവന്. യഥാർത്ഥ ബന്ധം പുലർത്തുന്നവന് പകരത്തിന് പകരം കൊടുക്കുന്നവനല്ല, നേരെ മറിച്ച് യഥാർത്ഥ കുടുംബബന്ധം ബന്ധങ്ങൾ അതേ ഊട്ടിയുറപ്പിക്കുന്നവൻ ആരെന്നറിയോ? അല്ലദീ ഇദാ ഖുതിയത് റഹിമുഹു വസലഹു. ആ ബന്ധത്തെ മുറിക്കപ്പെടുമ്പോ അതിനെ പരസ്പരം കൂട്ടിച്ചേർക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവന് അവനാ യഥാർത്ഥത്തിൽ ബന്ധം നല്ലപോലെ പുറമെ നടക്കുന്നവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി. ഓ എന്റെ മുഅ്മിനെ, അവരെങ്ങനെ ഞാനും ഇങ്ങനെ എന്നത് മുഅ്മിനിന്റെ ശൈലിയല്ല. ഓ ഇങ്ങോട്ടടിച്ചാ ഞാൻ ഓനിൻ തിരിച്ചടിക്കും, ഓ ഇങ്ങോട്ട് പറഞ്ഞാ തിരിച്ചു ഞാനും പറയോ. ഞങ്ങളുടെ കയ്യിലെന്താ ശക്തിയില്ലേ? ഞങ്ങൾക്കെന്താ വാള് വന്നൂലേ? ഞങ്ങൾക്കെന്താ ബോംബിടാൻ കഴിയൂലേ? ഇങ്ങനെ ഒരു ശൈലി. ഓ എന്റെ പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂല് അക്കാലഘട്ടത്തിൽ ഈ പുതിയ തലമുറയോട് വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, ലാ തകൂനൂ നിങ്ങളാരും ഇമ്മയാവരുത്. മുഹമ്മദ് റസൂലുള്ളാഹി. മുഹമ്മദ് റസൂലുള്ളാഹി. എന്താണ് ഇമ്മ എന്ന് പറഞ്ഞതിന്റെ വാക്കർത്ഥം? അതിന് വാക്കർത്ഥം ഇമ്മ എന്ന് പറഞ്ഞാൽ അവസരവാദി എന്നർത്ഥമുണ്ട്. പക്ഷേ ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, ഇമ്മ എന്ന് നബി തങ്ങൾ പറഞ്ഞ പദത്തിന്റെ അർത്ഥം വല്ലദീ ലാ റഅയ ലഹു ഫഹുവ യത്ബഉ കുല്ല വാഹിദിൻ ലാ റഅയിഹി. സ്വന്തമായി ഒരഭിപ്രായമില്ല, വേറുള്ളവരെന്താ പറഞ്ഞ അതേമാതിരി സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള ഗഡ്സ് ഓനിൽ. വേറെ ആരെങ്കിലും പറഞ്ഞു എടാ GSSF നിൽക്കണ്ട, ചിലപ്പം മലപ്പുറം ഭാഷ വലിയ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും. എന്താപ്പൊ കാട്ടണം, ഞാൻ അവിടെ ജനിച്ചു പോയി. വേറെ ഒരാളെ അഭിപ്രായം കേട്ട് തുള്ളുന്നയാൾ ഓന് സ്വന്തമായിട്ടൊന്നുമില്ല. ഓനാരോ ഒരാൾ ഖുർആനിന്റെ പരിഭാഷ വായിച്ച് ശംസുദ്ദീൻ പാലത്തായാലും ശരി, എവിടെ ആയാലും ശരി, ഓം വന്നാണ് പറഞ്ഞ ISലാണ് ചേർന്നു, അങ്ങോട്ട് ചേരാൻ പോരാ. അതൊരു ഉദാഹരണം മാത്രം. സ്വന്തമായി ഒരു അഭിപ്രായമില്ലാത്തയാൾ, അവന് പ്രത്യേകമായ ഒരു അഭിപ്രായവുമില്ല. സുന്നിയാണോ? സുന്നിയാണ്. മുജാഹിദാണോ? മുജാഹിദുമാണ്. അങ്ങനെ നമ്മളെല്ലാരും അങ്ങനെ ഉണ്ടല്ലോ ടീം. സുന്നിയല്ല, മുജാഹിദും അല്ല, ജമാഅത്തും അല്ല, തെബിലീഗും അല്ല. എവിടെയോ പോയി കളിക്കാന്നപ്പോ ഞാനാണ്. കാരണം സുന്നിയുടെ അഭിപ്രായം നമ്മൾ സ്വർഗത്തിലാണ്, മുജാഹിദിന്റെ അഭിപ്രായം ഓരോ സ്വർഗത്തിലാണ്. ആരും നരകത്തിൽ കിടക്കാനായിട്ട് സുന്നി അല്ലാത്ത പ്രസ്ഥാനത്ത് പോയിട്ടില്ല. നമ്മൾ സുന്നിയായത് ഓലും മുജാഹിദോ അതൊക്കെ സ്വർഗത്തിൽ കിടക്കാൻ. പക്ഷെ അതുപോലെ സ്വീകരിച്ച മാർഗം ശരിയായില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഓല നിയത്തൊക്കെ നല്ലതന്നെ, പക്ഷെ സ്വീകരിച്ച മാർഗം ശരിയായില്ല. ഇതിന് ഒന്നുമില്ല. ഞങ്ങളൊരു ഐക്യം, ഇതെന്റെ ഐക്യമായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഒരു ഐക്യം അതുമില്ല, ഇതുമില്ല, പ്രത്യേക ഐക്യം. ഇങ്ങനത്തെ ആളുകളാവാൻ പാടില്ല. ലാ
നിങ്ങൾ പ്രത്യേകം ഒരു ഇമ്മയുടെ അവസരവാദികളാകാൻ പാടില്ല. ജനങ്ങൾ ഞങ്ങൾക്ക് നന്മ ചെയ്താൽ തിരിച്ച് ഞങ്ങൾ നന്മ ചെയ്യും. ഇങ്ങോട്ട് നല്ല പോലെയാണെങ്കിൽ അങ്ങോട്ടും നല്ല പോലെ. റസൂലുള്ളാഹി തങ്ങൾ എത്ര വ്യക്തമായിട്ടാ ഇത് പറയുന്നവരങ്ങള്. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ബന്ധങ്ങള് അകലുന്ന ബന്ധങ്ങളൊന്നും പറഞ്ഞ എവിടെ എത്തൂല. നമ്മളാണ് പറഞ്ഞാണ്ട് അകലെന്നല്ല, ഇത് എവിടെങ്കിലും എവിടേക്കും എത്തിക്കാൻ കഴിയും. ഞാൻ അങ്ങനെ വിചാരിച്ചു 1-2 ദിവസം കൂടി നിന്ന് കാണാൻ പറഞ്ഞാലെന്ത് നോക്കുമ്പോ അഹ്സനി ഉസ്താദ് നിങ്ങൾ വിളിച്ചതല്ലേ. മഹാനായ നബിതങ്ങൾ പറഞ്ഞു, ആരാണ് ഇമ്മയുടെ ആളുകള്? നിങ്ങൾ നല്ലതാണ്, ഞങ്ങളും നല്ലത്. ഞങ്ങൾ അതിനെ തൊട്ട് കളിച്ച് 28 പല്ലും തട്ടും എന്ന് പറയുന്ന ശൈലിയുള്ളവർ. ഇനിയിപ്പോ അതിന്റെ അർത്ഥം അങ്ങനെയല്ല, നമ്മള് തിരിയുന്ന ഒരു ഭാഷ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടടിച്ചാ തിരിച്ചടിക്കും. ഇങ്ങനെ തിരിച്ചടിക്കാനും തിരിച്ചു പറയാനും അക്രമത്തിന്റെ സ്വഭാവം ആരയിച്ചു വിട്ടാൽ തിരിച്ചു ഞങ്ങൾ ആക്രമിക്കും. റസൂലുള്ളാഹിന്റെ ഇങ്ങനെ ഓർമ്മ വരുമ്പോ ഇന്ത്യയുടെ മതേതരത്വം എങ്ങനെ നമുക്ക് മനസ്സിലാകാം. കാഴ്ച നമ്മളെ മുമ്പിൽ ഇങ്ങനെ വരിക. ഈ ഹദീസൊക്കെ കണ്ടപ്പോൾ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള ശൈലി അത് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്ന, ഇങ്ങോട്ട് നന്മ ചെയ്താൽ ഞങ്ങൾ അങ്ങോട്ട് നന്മ ചെയ്തു, ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ച് ഞങ്ങളും ആക്രമിക്കോ. ഇത് പറയുന്ന ആളുകളാവാൻ പാടില്ല. നേരെ മറിച്ച് റസൂലല്ല പറയുന്നു, ജനങ്ങളെ നന്മ ചെയ്താലും ജനങ്ങളിങ്ങോട്ട് അക്രമാശക്തരായാലും ഞങ്ങളും മധ്യമായ നിലപാട് സ്വീകരിക്കും. അതേ മതത്തിന്റെ നിയമം കൈവിട്ടു പോകാനോ രാഷ്ട്രത്തിന്റെ നിയമം കൈയൊഴിയാനോ ഞങ്ങളെ സന്നദ്ധരല്ല എന്ന് പ്രഖ്യാപിക്കുകയും ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുന്നവരാരോ ആ ഒരു വിഭാഗത്തിലാണ് നിങ്ങളാവേണ്ടതുള്ളൂ. ലോകത്തിന്റെ തിരുദൂതൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, ഇപ്പൊ നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകോ? നമ്മുടെ ശരീരം കാണുമ്പോൾ നമുക്ക് തോന്നും അത്യാവശ്യമായിട്ടുണ്ട്. കണ്ണാടിക്ക് മുമ്പിൽ പോയി മസിലി കാണുമ്പോ ഒരു വലിയ മസിലായെന്നൊരു തോന്നലും വരോ. അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് നിങ്ങൾക്ക് ചാവി തരുമ്പോ ചെയ്തു തന്ന ചാവിക്കനുസരിച്ച് നിങ്ങളെ തുള്ളാൻ പാടില്ല. നേരെ മറിച്ച് ഇസ്ലാമിന് ഇന്ത്യ രാജ്യമെന്നോ ഇസ്ലാമിക് രാജ്യമെന്നോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും സ്വീകരിക്കേണ്ട നയം ഇസ്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യക്കാർക്ക് മാത്രം വേറെ ഒരു നീതിയില്ല. ആ ഇന്ത്യയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ രാജ്യത്തിൽ ഒരു ഭരണാധികാരി ജീവിക്കേണ്ടത് എങ്ങനെയാണോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വണ്ടിയുടെ അലൈൻമെന്റിന് ഞാൻ ഞങ്ങളുടെ നാട്ടിലുള്ള കടി അവ 2 ചെറുപ്പക്കാർ കാണാനൊക്കെ നല്ല മട്ടുള്ള ഒരാൾക്ക് നിസ്കാരത്തെ അത്യാവശ്യം കട്ടി തന്നെ താടി കുറച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച കാണും പോലെ താടി നല്ല നീളം. ഇന്നലെ കണ്ടവൻ പറ്റ ചുരുക്കി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താടാ ചുരുക്കി? ഇപ്പൊ നീട്ടണ താടി കണ്ടാലൊക്കെ പിടിച്ചോണ്ടോ? പിടിച്ചോലൊക്കെ താടി അങ്ങ് എത്തിക്കണം. അങ്ങനത്തോലൊക്കെ പിടിച്ചാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കിയതാ. ഞങ്ങളെ ഓഫീസിലുള്ള തീരുമാനം താടിയൊക്കെ ഒന്ന് ചുരുക്കാൻ പറഞ്ഞു. നിസ്കാരത്തെ പിഞ്ഞപ്പോ എന്താ കാട്ടു വരുത്തി കളയേണ്ടി വരുന്ന ഒന്നും ഓവറാകരുത്. താടി വളർത്തണം നല്ലതാ. താടി മുഅ്മിനായ മനുഷ്യന് ഐശ്വര്യമാണ്. താടി വളർത്തിയവന് ആഫിയത്തും ആയിരാര്യവും കൂടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. താടി ഇങ്ങനെ ഇടയ്ക്ക് വാർന്നാല് വൃത്തിയില് വള്ളൊക്കെ ചേർത്തിട്ട് വാർന്ന് വെച്ചാല് അവന്റെ ആയുസ് കൂടുമെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ.
പക്ഷെ അതിനൊക്കെ ഒരു മര്യാദ ഉണ്ട്. താടി വളർത്താനും മുടി വളർത്താനൊക്കെ ഒരു മര്യാദ കെട്ടിട്ടാവുമ്പോഴേ അതിന് കോലം കെട്ടുക പറയും. അപ്പൊ അതൊന്നും വേണം. അല്ലാഹു തആല നമുക്കൊക്കെ സുന്നത്തെടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഇപ്പൊ താടി മുളക്കാത്ത കുറെ ഉപ്പാരുണ്ട്. ഓലോടല്ല ഇവിടെ ചർച്ച. ഒരു പഠിച്ചതൊന്നുമല്ല, ഓർക്ക് ചെറുപ്പത്തിൽ ഇല്ലാത്ത ഓർക്ക് അള്ള നല്ല താടി കൊടുക്കും. എന്തേ ഓലും പേര് നല്ല റാഹത്തായിട്ട്. ഒരാഴ്ച മുമ്പ് മണ്ണാർക്കാട് ഭാഗത്തൊരു യൂസുഫ് മരണപ്പെട്ടു പോയി. അല്ലാഹു ഖബർ സന്തോഷത്തിലാകട്ടെ. ഞാൻ അയാൾക്ക് രോഗമുള്ളപ്പോ ഒന്ന് ദ്വാരക്കാൻ വേണ്ടി പോയി. അപ്പൊ അൽഹംദുലില്ലാഹ് താടിമൊക്കെ നോക്കിയപ്പോ കുറച്ചൊക്കെ താടി ഉണ്ടായി. ദുആ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാ മൂപ്പര മരണം. മരിച്ചപ്പോ 12 മണിക്ക് വയത് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ യൂസുഫ് മരിച്ചു. ഞാൻ ചെന്ന് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് യൂസുഫ് ഖാന്റെ 2 താടി ക്ലീൻ ഷേവ് കിടത്തി. കുറച്ച് താടിയുള്ള മനുഷ്യൻ നീച്ച നടക്കാൻ പറ്റാതെ ബ്ലേഡ് മൂപ്പരേതായാലും എടുക്കൂല, കാണിച്ചും കൊടുക്കും. അയാളെ നിർബന്ധിച്ചിട്ട് താടി വടിച്ച. ഇത് കല്യാണത്തിന് പോകുക എന്തിനെ ആവശ്യം? ആ പോണ നേരം നിങ്ങൾ സുന്നത്തെടുക്കട്ടെ. ഞാൻ ഇവിടുത്തെ ചെറുപ്പക്കാരും അല്ലാത്തവരോടൊക്കെ പറയാം, മരിക്കാൻ കിടക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ താടി കുറച്ച് അവിടെ ആരും അജ്ജ് എന്തെങ്കിലും താടിയൊക്കെ പറ്റ പോലെയൊക്കെ ആരും ചോദിക്കൂല. കബറിൽ അവിടെ ചോദ്യമൊന്നുമില്ല. എന്താ ചൊവ്വാഴ്ച ബാർബർ ഷാപ്പ് തുറന്നിട്ടില്ല, ഇതൊന്നും ചോദിക്കൂല. അവിടെ താടിയുള്ളവർക്ക് പ്രത്യേക ബഹുമതിയും ബഹുമാനവും ഉണ്ടെന്ന് ഹബീബ്. ഞാൻ എന്റെ വിഷയം മാറ്റിയല്ല. അങ്ങനെ ആ ചെറുപ്പക്കാരനെ ഞാൻ കണ്ടപ്പോ അയാളേറ്റ് ഇങ്ങനെ സംസാരിച്ച് ലാസ്റ്റ് ഞാൻ അവനോട് പറഞ്ഞു, മോനെ എങ്ങനെ ആയാലും ബാൻഡ് സെറ്റ് മുട്ടല് ഇസ്ലാമിന് അന്യമാട്ടോ. ബാൻഡ് സെറ്റ് മുട്ടി റാലി ഇസ്ലാമിന് അന്യം. അപ്പൊ എന്നോട് മോൻ പറഞ്ഞു, കാസർഗോഡ് ഭാഗത്തിന്റെ വിദിനത്തിനൊക്കെ ബാൻഡ് മുട്ടിലുണ്ട്. ഏതോ ഒരു നാട്ടില്, കാസർഗോഡ് അറിയപ്പെടാത്തൊരു നാട്ടിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അടുപ്പങ്ങളൊക്കെ കുറ്റക്കാരാണ്. അപ്പൊ എങ്ങനെ കണ്ടു ഓര് പട്ടാളത്തിന്റെ വേഷക്കെട്ടുങ്ങാണ്ട് റാലി നടത്തിയെന്നല്ല വലിയൊരു കുലുമാലുണ്ടാണ്. അത് എവിടെ നിങ്ങൾക്ക് ഒഴിഞ്ഞ പട്ടാള പീസ് അപ്പോൾ അടുത്തൊന്നുമല്ല. ഓലന്ന് തലല്ലാത്തോണ്ട് എന്തോ ചെയ്തു. ഇപ്പൊ കുറ്റെല്ലാവർക്കും. അപ്പൊ ഒരു കാരണം പറഞ്ഞത് അന്ന് ബാൻഡ് സെറ്റ് കേരളത്തിലാണ്. കാസർഗോഡൊക്കെ വലിയ മുസ്ലിങ്ങള് വലിയ നാടല്ലേ, എന്നിട്ട് അവിടെ ബാൻഡ് സെറ്റ് മുട്ടലില്ല. ഞാൻ പറഞ്ഞ ചങ്ങ കാസർകോട്ടരെ കണ്ണുകാണ്ട് അന്ന് ദീനിറക്കി. ഇന്ന് ഞാൻ കാസർഗോഡാ പോണേ. ഞാൻ ഓൾറെഡി വിഷയം പറയുന്നതുകൊണ്ട് പറയാം. അങ്ങനെ ആരെങ്കിലും ചെയ്തുകൊണ്ട് ഈ ബാൻഡ് സെറ്റ് മുട്ടല് ഹലാലാകോ? അപ്പോ മന്നിത് രാഷ്ട്രീയല്ലേ? രാഷ്ട്രീയ എന്ന് പറഞ്ഞ മുസ്ലിമല്ലേ? എന്നിട്ടല്ലേ രാഷ്ട്രീയക്കാരനായത്? മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ഒരു നിയമമുണ്ട്. ബാൻഡ് സെറ്റ് മുട്ടൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. പാട്ടും പാടിയിട്ട് തുള്ള ചെറുപ്പക്കാര് എന്നിട്ട് അതിന് ആവേശം കൊടുക്ക. അൽഫാത്തിയൊക്കെ അതിന്റെ മുമ്പ് അൽഫാത്തിയൊക്കെ ഏതെങ്കിലും ഒരു മൂല്യരും. ഞാൻ പറഞ്ഞു ചങ്ങായി ശരി, അത് അവിടെ കേട്ടോ. അപ്പൊ നിങ്ങൾ ദഫ് മുട്ടണില്ലേ SSF? എന്താണ് അപ്പളച്ച് മനസ്സിലായി. ഓന് തീരേക്ക് അതല്ല. ഓൻ അവിടുത്തെ വലിയ നേതാവ്. അപ്പൊ ഓന്റെ നേതൃത്വം തന്നെ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒപ്പമുള്ള അനുയായികളെ കാരണം എന്താക്കാൻ? ഓൻ പറഞ്ഞു നിങ്ങൾ ദഫ് മുട്ടലില്ലേ നബിദിനത്തിന് പോകുമ്പോ കുട്ടികളെ കൊണ്ട്. ഞാൻ പറഞ്ഞ സുഹൃത്തെ, അത് സുന്നത്താണ്. അത് മാത്രം സുന്നത്ത, ഇതുകൊണ്ട് സുന്നത്താക്കി. ഓന്റെ വിവരത്തിന്റെ ഊക്കൊക്കെയാണ് നിങ്ങളെ. അപ്പൊ ഓനോന്റെ പ്രസ്ഥാനത്തെ ന്യായീകരിക്കുക. ഇതെങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇപ്പൊ കണ്ടല്ലോ തെരഞ്ഞെടുപ്പിലോ ഏതോ 1-2 സ്ഥലത്ത് ജയിച്ചപ്പോ പെൺകുട്ടികളെ കൊണ്ട് തുള്ളിയില് നിങ്ങള് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ പെണ്ണുങ്ങൾ മുമ്പിൽ നിങ്ങാണ്ട് തുള്ളണ കണ്ടില്ലേ ഫോട്ടോ? പറഞ്ഞ ജമൽ യുദ്ധത്തിൽ ആയിഷ ബീവി പങ്കെടുത്തില്ലേ? അപ്പൊ ഞാൻ ഓനോട് സ്വകാര്യമായിട്ടൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയില്ല.
അത് ഞാൻ ഓനോടായിട്ട് മാത്രം പറഞ്ഞത്. ഇനിയിപ്പോനെ ക്ലിപ്പാക്കിക്കണി നാളെ വാട്സപ്പിലൊക്കെ കേൾക്കാൻ കഴിയും. അവനെങ്ങനെ അറിയാതെ ഉണ്ടല്ലേ ചില ആൾക്കാരിങ്ങനെ പോക്കറ്റുമ്മലൊക്കെ ഇങ്ങനെ ക്യാമറ ഒക്കെ വെച്ചെടുക്കണ കാല. അങ്ങനെ വല്ലതും കിട്ടുന്നല്ലാതെ ഓൻ പറയാ പെണ്ണും കുട്ടികളെ കൊണ്ട് റാലിയില് രാഷ്ട്രീയക്കാർ റാലിയിൽ തുള്ളിപ്പിച്ചപ്പോ അതിന് ന്യായം പറയാ ആയിഷ ബീവി ജമൽ യുദ്ധത്തിന് പങ്കെടുത്തില്ലേ. ഞാൻ പറഞ്ഞ വണ്ടി ശരിയാക്കി ഞാൻ പോവാ. പിന്നെ ഓനോട് നിർത്താൻ ഞാൻ പറയുന്നത് ആയിഷ ബീവി ജമൽ യുദ്ധത്തിന് പങ്കെടുത്തൊരു ഇവർ ഈ തുള്ളിച്ചാളന് എന്ത് ബന്ധാണ്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായി SYS അടക്കമുള്ള യുവ സുഹൃത്തുക്കളുടെ രംഗപ്രവേശനവും പ്രവർത്തനവും തീരെ പറ്റാത്തത് ഒരൊറ്റ വിഭാഗത്തിനേ ഉള്ളൂ. അതാ മുസ്ലിം സുഹൃത്തുക്കളൊന്നും അല്ല. പിന്നെ ഇസ്ലാമിലുള്ള രാഷ്ട്രീയ എല്ലാവരും ചില ആൾക്കാർ ഓൾക്ക് ഇഷ്ടമുള്ളമാരൊക്കെ ചെയ്യണം. അത് ചെയ്യാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞാലും ഓലെ എതിർക്കും. ഇവിടെ ഇല്ലാത്ത നിങ്ങൾ നോക്കണ്ട, നിങ്ങളെ നാട്ടിലെ ഇല്ലാത്ത നിങ്ങൾ നോക്കണ്ട. ഇത് പറഞ്ഞാൽ കൊല്ലം കാസർഗോഡ് കൊല്ലം തിരുവനന്തപുരത്ത് ആ ഭാഗത്ത് പോയാൽ കന്യാകുമാരിയിലാണ് ഇവര് കൂടുതലുണ്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് ശല്യല്ലേ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബന്ധം പുലർത്തി കഴിഞ്ഞാൽ അത്രയും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു അമല് നിനക്ക് കിട്ടാനില്ല കേട്ടോ. ഓ എന്റെ ചെറുപ്പക്കാരാ, അസ്റഉൽ ഖൈരി തവാബാ, എത്രയും പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു ഖൈറുണ്ട്, പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു നന്മയുണ്ട്. അതേ അസ്റഉൽ ഖൈരി തവാബൻ അൽബിറു വസിലത്തുർ റഹിമി, പരസ്പരമുള്ള ബന്ധം പുലർത്തുന്നതിനേക്കാൾ പരസ്പരം നന്മ ചെയ്യുന്നതിനേക്കാൾ ഖൈറായ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയോ നിങ്ങൾക്ക് കിട്ടാനില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഅശ്റഉ ശർരി വഖൂബത്തുൽ ബഗി വഖതിഅത്തുർ റഹിമി, നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ പെട്ടെന്ന് ശിക്ഷ കിട്ടുന്ന ഒരു തെമ്മാടിത്തരമുണ്ട്, ഒരു വലിയ ശർറായ കാര്യമുണ്ട്. അതിന് ശിക്ഷയ്ക്ക് നിങ്ങളെ കവറിൽ പോകണമെന്നില്ല, നിങ്ങൾ മരിക്കണമെന്നില്ല, നിങ്ങൾ മഹ്ശറയിലെത്തണമെന്നില്ല. വഅശ്റഉ ശർരി, ഏറ്റവും പെട്ടെന്ന് ശിക്ഷ കിട്ടുന്ന ശർറ്, ആ ശർറേതാ അൽ ബഗിയോ എന്ന അക്രമമാണ്, വഖതിഅത്തുർ റഹിമി ബന്ധം വിച്ഛേദിച്ച് കളയലാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നിബിതങ്ങൾ പറയുന്നു, മാ മിൻ ദംബിൻ നഖദറു അയ്യു അജ്ജലല്ലാഹു ലിസ്വാഹിബിഹി അൽ ഉഖൂബത ഫിദ്ദുനിയാ, ദുനിയാവിൽ നിന്ന് ശിക്ഷ ലഭിക്കുന്ന കാരണോ ദുനിയാവിൽ നിന്ന് പരീക്ഷണങ്ങളെ പെട്ടെന്ന് വിട്ടലോടെ ആഖിറത്തിലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതോടുകൂടെ ദുനിയാവിലും സമാധാനമില്ല. അങ്ങനത്തെ ഒരു തെറ്റുണ്ട്, അതിന്റെ ശിക്ഷ നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടും. അതോടുകൂടെ ആഖിറത്തിലൊന്നും കുറയുകയുമില്ല. അങ്ങനത്തെ ഏറ്റവും വലിയ തെറ്റാതെന്നറിയോ, 3 കാര്യങ്ങളാണ് നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു. ഒന്ന് ഖതിഅത്തുർ റഹിമി, കുടുംബബന്ധം മുറിക്കലാണ്. രണ്ടാമത്തെ വൽ ഖിയാന, പരസ്പരം ചതിക്കലാണ്. വൽ കദിബോ, കള്ളം പറയലോ. ഈ 3 കാര്യങ്ങൾ ഒരാൾ ചെയ്യുമ്പോ ദുനിയാവിൽ നിന്ന് പെട്ടെന്നതിന് ശിക്ഷ കിട്ടും. അതോടുകൂടെ ആഖിറത്തിലുള്ള ശിക്ഷക്ക് ഒരു കുറവും വരുത്തുകയില്ല. ഓ എന്റെ ചെറുപ്പക്കാരെ, ഓ എന്റെ ഉപ്പമാരെ, ഓ എന്റെ ഉമ്മമാരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ ചെറിയ ബുദ്ധിയുണ്ട്. ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന ചെറിയ ചാപ്പിളക്കുമോ ക്യാൻസർ പിടിച്ച കാലമാണല്ലോ. ചെറിയ കുട്ടികളെ പിറന്നു വീഴുമ്പോ 300-400 ഷുഗർ പിടിപെട്ടിട്ട് വളരെ അവശനിലയിൽ നമ്മൾ കാണുന്നുവല്ലോ. പ്രഷറും ഷുഗറുമല്ല, എങ്ങനെയാ വയറിനകത്തുള്ള ചെറിയ കുട്ടികൾക്ക് പിടിപെട്ടത്?
എങ്ങനെയാ ക്യാൻസർ അടക്കമുള്ള മാറാരോഗങ്ങൾ ഈ ലോകത്തേക്ക് ഇറങ്ങി വീഴാത്ത അമ്മയുടെ ഗർഭാശയത്തിലുള്ള കുഞ്ഞുമക്കൾക്ക് ഉണ്ടായതെന്നറിയോ? അവരെ സിഗരറ്റ് വലിച്ചത് കൊണ്ടല്ല, അവരെ പുകയുൽപ്പന്നങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടല്ല, അവരെ മദ്യപിച്ചത് പേരിലല്ല, മറ്റൊരാള് വലിക്കുന്നതിന്റെ പുക ശ്വസിച്ചതിന്റെ പേരിലല്ല. നേരെ മറിച്ച് മഹാനായ നിബിധങ്ങൾ പറഞ്ഞ ഈ വാക്കില് അതിനേക്കൊരു സൂചനയുണ്ട് കേട്ടോ. ആധുനിക പണ്ഡിതന്മാര് പോലും ആധുനിക ശാസ്ത്രം പോലും അംഗീകരിച്ചതാണ്. എന്തുകൊണ്ടാ ഗർഭശിശുവിലുള്ള ചെറിയ കുട്ടികൾക്ക് പോലും ക്യാൻസർ പിടിവരുന്നത്? കുടുംബത്തിലുള്ള വഴക്ക് കൂടിയത് കൊണ്ടോ? കുടുംബത്തിലുള്ള വഴക്ക് കൂടിയപ്പോൾ അതൊന്ന് ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയേക്ക് രോഗം ഉണ്ടായത്. അമ്മായിമാർക്കും മരുമകൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുയും തമ്മ കണ്ടുകൂടായി. ഏട്ടന്റെ ഭാര്യ അനിയന്റെ ഭാര്യ, ഇവിടെ എന്താ പേര് അത് ഇംഗ്ലീഷിൽ? ഞങ്ങളുടെ ഇളച്ചിയും മുച്ചച്ചിയും ഇവിടെ എന്താ പച്ചുഞ്ചിയോ? ഉസ്താദി നാട്ടുകാരനെല്ലാം മൂപ്പറകൾ കഴിച്ചിലായി. ഏതായാലും നിങ്ങൾ നാളേക്കൊക്കെ ആ പേരൊന്നും ഇടാം. ഞങ്ങളുടെ ഇളച്ചി മൂത്തച്ചിയ തമ്മില് കണ്ടുകൂടാ. വീട്ടിൽ കുട്ടികൾ വളർന്ന ജേട്ടന്റെ അനിയന്റെ മക്കളെ 2-3 കുട്ടികളായ പിന്നെ തമ്മ പിരിയലൻ എല്ലായിടത്തുള്ള സാഹചര്യം. ഞാൻ അതിന്റെ അടുക്ക് പറയട്ടെ, ചെറുപ്പക്കാരെ, നിങ്ങൾ മൂത്ത സഹോദരനാണ്. ഇളയ സഹോദരന് കുട്ടികളൊന്ന് 2 ആകണീന് മുമ്പ് വേഗം ഒരു പെരെടുത്തോളി, വീട് വെച്ചോളി. ഇത് എന്നും തറവാട്ട് കടന്ന് ഇങ്ങനെ വയന്നടക്കാന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ആ പൂതിയുടെ മനസ്സിലാക്കി. ഈ 2 പെണ്ണുങ്ങളുണ്ടല്ലോ, 2 വീട്ടിൽ നിന്ന് കയറി വന്നതാ. നിങ്ങളിപ്പോ എങ്ങനെയാ ഭർത്താവിന്റെ വീട്ടിലുണ്ടായാലും ഭർത്താവ് ഭാര്യന്റെ വീട്ടിൽ പോയിട്ട് കിടക്കലുണ്ടായാലും എങ്ങനെയാ? ഇവിടെ പുതിയാപ്പിള്ള അങ്ങോട്ട് കെട്ടിച്ചല കഴിച്ചില്ലായി. എന്നാ പിന്നെ ഞാനും നിങ്ങൾ ആ വിഷയത്തില് തുല്യരാ. ഞങ്ങള് മലപ്പുറത്തും അങ്ങനത്തെ 2 പെണ്ണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവര് തമ്മിലുണ്ടാകുന്ന കുശുമ്പും കുയിന്തുകൊണ്ട് പ്രശ്നം വളരെ കലുഷിതം. അങ്ങനെ പിന്നെ ഏട്ടന് പിന്നെ അനിയനെ പറ്റാതെ കുട്ടികളുണ്ട്, ചെറിയ മക്കൾ തമ്മിൽ തല്ലും. അത് ഐറ്റങ്ങൾക്ക് ബുദ്ധിയില്ല. ചെറിയ കുട്ടിനെ അത്യാവശ്യം 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടി കാണുമ്പോ തോണ്ടി എന്നൊക്കെ വെക്കും, ചിലപ്പോ തള്ളീറ്റങ്ങൾക്ക് എന്തെങ്കിലും അറിയാം. അത് കാണുമ്പോ മറ്റൊക്കെ മകള് ഓന്റെ കുട്ടിന് ഓൾക്കെന്തും കാട്ടി. ഈ ചെറിയ കുട്ടി കാട്ടിയപ്പോ കണ്ടില്ലേ, നിങ്ങൾ അനിയന്റെ മകൻ കാട്ടിയ കുട്ടിനാണ് തള്ളിട്ട് തലണ്ട് പൊട്ടിച്ച് കൽപ്പിച്ചു കൂട്ടി കാട്ടിയമായി. ഇത് കൊറേ ഇങ്ങനെ കേൾക്കുമ്പോ ഈ ചെറിയ കുട്ടിയോട് പറയും, നീ എന്തിനാ പതുക്കെ കുട്ടിയിട്ടുണ്ട്. അപ്പൊ അനിയ അവിടെ നിൽക്കണം, എന്റെ കുട്ടീനെ പ്രശ്നമായി. ഇങ്ങനെ തമ്മിലുള്ള കുടുംബ കലഹങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മുടെ മനസ്സ് ഒന്നിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികൾക്ക് രോഗം ഉണ്ടായതെന്ന പുതിയ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഇതിന്റെ സ്വന്തം വക ഷാക്കിർ വാക്കവിന്റെ ഫത്വ. ഇത് എങ്ങനെയെങ്കിലും ബീമ്പളിക്കേണ്ട പോയാൽ പറയതിപ്പോ അതങ്ങനെ റെക്കോർഡ് ചെയ്ത് കണ്ട് ലൈവായിട്ട് കൊടുക്കുക അല്ലേ? ഇപ്പൊ ഈ നാളെ വേണം ഇതേമാതിരി ഒരു വിഷയം എവിടെയും കൊടുത്ത അപ്പൊ പറയും ഇന്നലെ പറഞ്ഞതോ അതല്ല. ഇവര് ഇടുന്നൊക്കെ യൂട്യൂബിൽ കൊടുക്കണം ഇപ്പത്തെ കാട്ട്. അതുകൊണ്ട് ഞമ്മക്ക് എന്താവും, നമുക്ക് കിതാബ് നോക്കാൻ സമയം കിട്ടും. അല്ലാഹു തആല നമുക്കൊക്കെ ഇൽമിന് റിഫഅത്ത് തരട്ടെ. അല്ലാഹ് ഇൽമിന് റിഫഅത്ത് തരട്ടെ. ഓ എന്റെ ഉമ്മമാരെ മാരില്ലേ, എന്നാ ഓരോട് പ്രത്യേകിച്ച് പറയട്ടെ, നമ്മൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കാരണം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അസുഖം വരും. ഇളച്ചിയുടെ മകന് ക്യാൻസർ വന്നാൽ മുത്തച്ചിയുടെ മനസ്സ് പതറും. ആ കുട്ടിയുടെ ക്യാൻസർ കണ്ടാൽ പിന്നെ തിരുവനന്തപുരത്തേക്ക് 2 പേരും ഒരുമിച്ച് പോകും. അമ്മായിമ്മയും മരുമകളും ഒരു സമയത്ത് ഒരേ യാത്ര ചെയ്യാൻ തുടങ്ങും. കുട്ടിയുടെ കാര്യങ്ങൾ പരസ്പരം അവർ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുമ്പോ നിങ്ങൾക്കിടയിലുള്ള ആ നിങ്ങൾക്ക് പരിഹാരം കിട്ടോ. നിങ്ങളുടെ കുടുംബ കല
കലഹങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് അല്ലാഹു തആല മക്കളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുമക്കൾക്ക് പരീക്ഷണം വരുന്നതിന് മുമ്പ് മാറി ചിന്തിച്ചുകൊള്ളൂ. വീട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ കാണണം. ഞാൻ സാന്ദർഭികമായി ചെറുപ്പക്കാരോട് പറയട്ടെ, നമ്മുടെ ഉമ്മയും നമ്മുടെ ഭാര്യയും പരസ്പരം തർക്കമുണ്ടായാൽ അവരുടെ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്നറിയോ? പെണ്ണുങ്ങളും തർക്കം കൂടിയാൽ ഉമ്മയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോഴും ശരിയല്ല. മന ബഹുമാനിക്കണം, സ്നേഹിക്കണം ഒക്കെ ഓക്കെ എന്ന് കരുതിയിട്ട് ന്യായത്തിനെതിരെ അമ്മ പറഞ്ഞാല് നിൽക്കേണ്ടത് ന്യായത്തിന്റെ പിന്നാലെയാണ്. രണ്ടാളെ പ്രശ്നം നമ്മൾ അറിയണം. ഉമ്മാന്റെയൊക്കെ പ്രശ്നം, മരോളേക്ക് പ്രശ്നം, ഭാര്യന്റെയൊക്കെ. അപ്പൊ ഓളോട് ചോദിച്ചു എന്താ വിഷയം? ഓളോളെ വിഷയം ഉമ്മാനോട് ചോദിച്ചു നിങ്ങളെ വിഷയം. രണ്ടാളെ വിഷയം കേട്ടിട്ട് ന്യായം എവിടെയാണോ അവിടെ നമ്മൾ നിൽക്കണം. ആ ന്യായത്തിനെതിരെ അമ്മ പറഞ്ഞു കണ്ണും പൂട്ടിട്ട് അടിച്ചാൽ നിൽക്കൊന്നും മാന്യമായിട്ട് വിഷയം പറയാം. ഓളെ ചെറിയ കുട്ടിയല്ലേ, നിങ്ങൾ പറഞ്ഞതന്നെ ശരി, ഇനി ഓളങ്ങനെ ചെയ്യൂല. മക്കും സന്തോഷായി, ഓക്കും സന്തോഷായി. ഭാര്യയെ നമ്മൾ സ്നേഹിക്കണം. പക്ഷേ ഉമ്മാന്റെ മുമ്പിൽ നിന്നാണ്ടുള്ള കൊഞ്ചിക്കോയലുണ്ട്, അത് അപകടത്തിലേക്ക് എത്തി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയൊരു മെസ്സേജ് വായിച്ചു. ഏതോ ഒരു മദ്ഹബിലെ മൂല്യരോട്, ഷാഫി മദ്ഹബിലെ ഒരു മൂല്യരോട് ഫത്വ വെച്ചാൽ ഇപ്പൊ പിന്നെ ഫത്വക്ക് പിന്നെ നായിനെ തൊട്ടാലും സോപ്പുകൊണ്ട് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ ഫത്വ. അള്ളാഹ് ഓർക്കും നല്ല സോപ്പ് വാങ്ങിക്കൊടുക്കട്ടെ, എന്നിട്ട് കുളിച്ച് നന്നായിട്ട് സുന്നത്തമ്മയത്തുകൾ വരട്ടെ. ക്ലോറക്സിൽ ഇട്ടാലും നായയെ തൊട്ട് കേൾക്കണമെങ്കിൽ മണ്ണെണ്ണ വേണം. ഇനിയിപ്പൊ ഇജ്ജ് പറഞ്ഞ ഫത്വ പറഞ്ഞ നാട്ടിലെ നായി എന്ത് നായിയാണ് നമുക്ക് അറിയാം. ഇനിയിപ്പോ അവിടെയൊക്കെ ന്യായം പറയാം. അത് ചിലപ്പോ നീർനായനെ കുറിച്ചിട്ടാക്കാരെ പറഞ്ഞേക്ക, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ന്യായം പറയും. അപ്പൊ ഈ ഒരു മൂല്യരോട് ഫത്വ വഹിച്ചു എന്താ പറയാ, ഞാൻ വുളു കൊടുത്ത് ഇങ്ങനെ വരികയായിരുന്നു. അപ്പൊ എന്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ എന്റെ ഭാര്യനെ പോയിട്ട് എന്റെ വുളു മുറിയല്ലേ. മൂല്യർക്ക് പെട്ടെന്ന് മസാല കിട്ടി. മൂല്യര് വെച്ച് അപ്പൊ എനിക്ക് വുളു കൊടുക്കണേ മുമ്പാണ് തൊട്ടൂടെ. വുളു കൊടുത്തിട്ട് പിന്നെ ഓളൊന്ന് തൊടാൻ പോണം. ഇതൊക്കെ തൊട്ടുമുത്താൻ ഹജറുൽ അസ്വദ്. ഇയാളാണ് ചൂടായി. ഇയാൾക്ക് മസാല കിട്ടണ്ടേ? നമ്മളെ ഭാര്യനെ തൊടണം, സ്നേഹിക്കണം, സന്തോഷിപ്പിക്കണം, കവളത്ത് പിടിക്കണം, ഉമ്മ കൊടുക്കണം. ചില ആറ്റങ്ങളൊക്കെ അങ്ങനെ. ഇപ്പൊ നാളെ ഏതോ ഒരു ഉമ്മ പറഞ്ഞ മകന് ഒമാനിൽ പോയി തിരിച്ചു വന്നത്. മകനും ഒമാനിൽ പോയി തിരിച്ചു വന്ന് 2 കൊല്ലൊക്കെ കഴിഞ്ഞ് വന്നത്. അപ്പൊ പുതിയ പെണ്ണൊക്കെ കെട്ടിയിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ അപ്പൊ ഓൻ ആ പൂതിയൊന്നും തീർന്നിട്ടില്ല. അപ്പൊ ഇവള് അലക്കനോട് തോൻ പോയി നോക്കുന്നു, ഇവള് അടിച്ചുവാരനോട് തോൻ പോയി നോക്കുന്നു, തുടക്കനോട് തോൻ പോയി നോക്കുന്നു, അടുക്കളി വന്ന് ഓളം മൊത്തക്ക് ഇങ്ങനെ നോക്കുന്നു. ഉമ്മാക്ക് ഇത് പറയണം. എങ്ങനെയാ പറയാ? മകനായി പോയി. അയിലാന് പെട്ടെന്ന് ഒരു പൂവൻകോഴി പെടക്കോയിന്റെ കൈത്തരങ്ങനെ പൂവൻകോഴി പെടക്കോയിന്റെ കൈത്തരങ്ങനെ കൊണ്ടപ്പോ ഉമ്മാക്ക് ചാൻസ് ഉമ്മാറിന് അതിന്റെ കോഴി ഇജു ഒമാൻ തന്നെയാണ്. ഇജു ഒമാനിൽ തന്നെയായിരുന്നോ എന്ന് വെച്ചു. അപ്പളെ ചെക്കന് മനസ്സിലായി പഠിച്ചനെ ഓവറായോ. കാരണം ഇത് പറയാൻ പറ്റാത്തോണ്ട് കോഴി അപ്പൊരു മാർഗമായിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഉമ്മാരെ കൊണ്ട് പറയും. നിങ്ങൾ സ്നേഹിച്ചോളി, അതിന് സ്വകാര്യ റൂമിൽ പോയി നിങ്ങൾ സ്നേഹിക്കേ, കവളത്ത് പിടിച്ച് അനുമതിനെ അതൊക്കെ ചെയ്യും. പരസ്പരം ബന്ധം മുറിക്കുന്ന ഒരു ശൈലി ഉമ്മായുടെ മനസ്സ് വേദനിക്കുന്ന ഓർമ്മയിൽ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ പെരുമാറാൻ പാടില്ല. അത് ഉമ്മ അറിയാതിരിക്കാതെ നിങ്ങളുടെ സ്നേഹം പറച്ചിലല്ല. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിച്ചാ പിന്നെ ഉമ്മയെ മറക്കുന്നവരുണ്ട്, ഉമ്മയെ വേദനിപ്പിക്കുന്നവരുണ്ട്.
നമ്മുടെ വീട്ടിലേക്ക് ഇതേ കാലം വരെ ഭക്ഷണം കൊണ്ട് കൊടുത്താൽ, കടയിൽ നിന്ന് വല്ല സാധനവും വാങ്ങി വീട്ടിൽ കൊണ്ടുപോയാൽ, നമ്മളെ കൊടുത്തിരുന്നത് ഉമ്മാക്കാണെങ്കിൽ കല്യാണം കഴിച്ച പെണ്ണിന്റെ മുമ്പിൽ വന്നാലോ അത് ഏൽപ്പിക്കേണ്ടത് ഉമ്മാക്ക് തന്നെയാ. അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ വിചാരിച്ചു ഇക്കാലം വരെ ഇച്ച് തന്ന സാധനമൊക്കെ ഓൾക്ക് ഭണ്ഡാറടക്കാൻ തുടങ്ങിയോ, ഓള് വന്നപ്പോത്തിന് ഓനെ മനസ്സ് പിടിച്ചടക്കി. അങ്ങനെയാണ് ഈ അമ്മായിമ്മരോടുള്ള പോര് നമ്മളെ വീട്ടിലുണ്ടാണ്. അള്ളാഹു കാവല് തരട്ടെ, അള്ളാഹുവിനെ കാവല് നൽകണേ റഹ്മാനെ. ഓ എന്റെ ഉമ്മമാരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധം പോലെ തന്നെ കുടുംബങ്ങളിലുള്ള ബന്ധങ്ങൾ റസൂലുള്ള പറഞ്ഞ പോലെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത ദോഷം പുറത്തുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സ്വഹാബി കടന്നു വന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചു, ഞാനൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് വല്ല തൗബയുമുണ്ടോ നബിയേ, എനിക്ക് തൗബ കിട്ടുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന നേരം മഹാനായ നബി തങ്ങളാ സ്വഹാബിയോട് ചോദിക്കുന്നത്, അല്ലകമിന് ഉമ്മിന് പൊന്നുമോനെ, നിനക്ക് ഉമ്മയുണ്ടോ ഹയാത്തില്? നിനക്ക് ഉമ്മയുണ്ടോ? ഉടനെ കുട്ടിയുടെ മറുപടി, യാ റസൂലല്ലാഹ്, എനിക്ക് ഉമ്മ ഇന്ന് ഹയാത്തിലില്ല, എന്റെ ഉപ്പയും ഉമ്മയും മരിച്ചു പോയിട്ടുണ്ട്. എന്നാ നബി തങ്ങൾ ഉടനെ തന്നെ ചോദിക്കുകയാണ്, നിനക്ക് അമ്മായി വീട്ടിലുണ്ടോ? ഉപ്പയുടെ സഹോദരി വീട്ടിലുണ്ടോ? ഉപ്പയുടെ സഹോദരിന്റെ കുടുംബത്തിലെ ഹയാത്തുണ്ടോ? ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉണ്ട് നബിയേ, എന്റെ അമ്മായി ഇന്നും ഹയാത്തിലുണ്ട്. എന്നാ ചെല്ലോ, ഉമ്മായിയുടെ സ്ഥാനത്താ അമ്മായിയെ കാണണോ? ഉമ്മായിയുടെ സ്ഥാനത്താ ഉമ്മാന്റെ അനിയത്തിയെ കാണണോ? ഉപ്പാന്റെ സ്ഥാനത്ത് ഉപ്പാന്റെ അനിയനെ കാണണോ? ഉപ്പ മരിച്ചു പോയാൽ എന്റെ വീട്ടിലുള്ള മുതിർന്ന സഹോദരൻ ഉപ്പാന്റെ സ്ഥാനത്ത് കാണണോ? ഇതൊക്കെ റസൂലുള്ള പഠിപ്പിച്ചതല്ലയോ? നിനക്ക് ആയുസ് കൂടണമെങ്കിലോ, നിനക്ക് ഭക്ഷണത്തിൽ വിശാലത കിട്ടണമെങ്കിലോ, നിനക്ക് വലിയ സമ്പത്ത് കിട്ടണമെങ്കിലോ, മഹാനായ നബി തങ്ങൾ പറഞ്ഞ ആയുസ് വർദ്ധിക്കണോ? അപകടങ്ങളിൽ നിന്ന് കാവല് വേണോ? മാറാരോഗങ്ങളിൽ നിന്ന് കാവല് കിട്ടണോ? എന്നാ പൊന്നുപോലെ നിന്റെ കുടുംബത്തോട് നല്ല പോലെ വർദ്ധിച്ചോളണം. പോരാ നബി തങ്ങൾ പറഞ്ഞു, ഈമാനോടുകൂടെ മരിക്കണോ? നിനക്ക് ദുർഘട മരണങ്ങളിൽ നിന്ന് കാവല് കിട്ടണോ? അപകടങ്ങളിൽപ്പെട്ട് ജോലരികളെ ചിന്തിച്ചു തരയിൽ നിന്ന് കാവല് കിട്ടണോ? എന്നാൽ പരിചയത്തില്ലോ, അല്ലാഹുവിനെ നീ നല്ല പോലെ സൂക്ഷിച്ചോടണോ? റഹിമ, കുടുംബങ്ങളോട് നല്ല പോലെ വർദ്ധിച്ചോളണോ? മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, ഈമാനോടുകൂടെ മരിക്കാൻ ഇസ്ലാം കൽപ്പിച്ച നിബന്ധന എന്തെന്നറിയോ? ബന്ധപ്പെടേണ്ടവരോട് നല്ല പോലെ ബന്ധപ്പെട്ടോടുക, കുടുംബങ്ങളോട് നല്ല പോലെ വർദ്ധിച്ചോടുക. നീ സ്വതക്ക കൊടുക്കലോ, നീ പാവങ്ങളായ ആളുകളെ സഹായിക്കലോ, പോരാ കുടുംബങ്ങളെ ചേർത്തി വെക്കലോ. ഇത് രണ്ടുകൊണ്ടും നിന്റെ ആയുസ്സ് വർദ്ധിപ്പിച്ചു തരുന്നുണ്ടോ? നിനക്ക് മോശമായ മരണങ്ങളിൽ നിന്ന് കാവല് കിട്ടുന്നുണ്ടോ? നിനക്ക് വേദനിക്കുന്നു, നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു, നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഏതെല്ലാം പ്രതിസന്ധികളുണ്ടോ അതിനെല്ലാം പടച്ചറപ്പ് നിനക്ക് കാവലും തരുന്നുണ്ടോ? ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെയോ? ഖിയാമത്ത്
നാളിൽ പടച്ചറബിന്റെ അരശിന്റെ തണലിലേക്ക് ചെന്നുകൂടുന്ന നിമിതങ്ങളോട് തൊട്ടുരുമി നിൽക്കുന്ന മഹാന്മാരോട് ഒത്തൊരുമിച്ച് നിൽക്കുന്ന അരശിന്റെ തണലിരിക്കുന്ന 3 വിഭാഗമുണ്ട്. ഏതാണ് ആ 3 വിഭാഗമെന്നറിയോ? റഹ്മി ബന്ധം പുലർത്തുന്ന ആളുകളാണ്. കുടുംബബന്ധം അതേ കുടുംബബന്ധം ചേർത്തി വെക്കുന്ന ആളുകളാണ്. സ്വന്തം ഭാര്യ മരിച്ചപ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ പൊന്നുഭാര്യ ആ പൊന്നുഭാര്യയുടെ ഭർത്താവ് മരിച്ചപ്പോ പറക്കമറ്റാത്ത 1-2 യതീമക്കളാ പൊന്നുമോളുണ്ട്. ആ പൊന്നുമോള് യതീമക്കളെ ഒഴിവാക്കിയില്ലല്ലോ. ആ മക്കളെ നല്ലപോലെ വളർത്തി ഭർത്താവിനോടുള്ള ആദരവാ കുട്ടികളിൽ പുലർത്തി. അങ്ങനെ യതീമായി മരിച്ചുപോയ ഉപ്പ മരിച്ചുപോയപ്പോൾ യതീമായ മക്കളെ നല്ലപോലെ വളർത്തിയ പൊന്നുമോളെ നിനക്ക് റബ്ബിന്റെ അർശുണ്ട് കേട്ടോ. ഭർത്താവ് മരിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ഇത്രയങ്ങ് കഴിഞ്ഞിട്ട് വേണം പുറത്തൊന്നിറങ്ങാൻ, നാടനീളെ സഞ്ചരിക്കാൻ, നാടനീളെ കമന്റ് പറയാൻ. ഇങ്ങനെ വിധവയായെന്ന് കണ്ടോ അന്യപുരുഷന്മാരോട് കമന്റിന് പോവാതെ ഈ മക്കളോട് ജീവിത സംരക്ഷണത്തിന് വേണ്ടി നിലയുറപ്പിച്ച പൊന്നുമോളുണ്ടോ? പൊന്നുമോള് നാലാരശിന്റെ തണലുള്ള പെണ്ണാ. എന്റെ ഉമ്മ നിങ്ങളെ മക്കളെ നിങ്ങളെ നല്ലപോലെ വളർത്തിയിട്ടുണ്ടോ? ഭർത്താക്കന്മാര് മരിച്ചപ്പോഴും അവരെ മറന്നുപോകാതെ ആ ഭർത്താവിന്റെ ആദരവ് നിങ്ങളെ പുലർത്തിയതിലൂടെ മക്കളിലൂടെയാണെങ്കിൽ നിങ്ങൾക്ക് അരശിന്റെ തണലുണ്ട് കേട്ടോ. മൂന്നാമത്തെ വിഭാഗന്റെ വിധങ്ങൾ പറയുകയാണ്. വേറെ ഒരാള് ഭക്ഷണമുണ്ടാക്കുകയാണ്. ഉണ്ടാക്കിയ ഭക്ഷണത്തിലേക്ക് പാവങ്ങളായ യതീമക്കളെ ക്ഷണിച്ചു വരുത്തുന്നു. പാവപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് വീട്ടിനകത്തുണ്ടാക്കിയ ഭക്ഷണം പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നവനാരോ അവർക്ക് നാളെ അർശിന്റെ തണലുണ്ട് കേട്ടോ. ഇങ്ങനത്തെ 3 വിഭാഗത്തെ മുത്തുനബി പഠിപ്പിച്ചതാണ്. ഓ എന്റെ ഉമ്മമാരെ, ഈ 3 വിധത്തിലെ ഏതെങ്കിലും ഒന്നിലെങ്കിലും പെടണോ? അതേ കുടുംബബന്ധം പുലർത്തുന്നവരാവണോ? അല്ലെങ്കിലോ ഭർത്താവ് മരിച്ചതിന് ശേഷം മക്കളെ നല്ലപോലെ വളർത്തുന്നവരാവണോ? അതല്ലെങ്കിലോ വീട്ടിനകത്ത് ഭക്ഷണമുണ്ടാക്കി മുതലാളിമാർക്ക് മാത്രം തക്കാരം നടത്താതെ പാവങ്ങളെ കാണാനുള്ള കണ്ണും വേണേ. ഇത് രാഷ്ട്രീയ കോമരം കളിക്കുന്ന ആളുകളെ പറ്റോ? സിനിമാ നടന്മാരെ പറ്റോ? ഗാനമേള നടത്തുന്നവരെ പറ്റോ? സുബ്ഹാനല്ലാഹ് വലിയ വലിയ മുതലാളിമാരെ അടുപ്പിക്കോ? പാവങ്ങളെ കാണാൻ കണ്ണില്ലാത്തവർ, പാവങ്ങൾക്ക് സഹായം കൊടുക്കാൻ മനസ്സില്ലാത്തവർ നിനക്ക് അർശിന്റെ സ്ഥാനത്ത് എത്താൻ കഴിയൂലോ. അല്ലാഹുവേ, ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു വീട് വെച്ച് നടത്തി കൊടുക്കാൻ സ്വന്തമായി കഴിയാത്തതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഒത്തൊരുമിച്ച് വീടുണ്ടാക്കി കൊടുത്തവരുണ്ട്. ഞങ്ങളെ സംഘടനാ തലത്തിൽ അതേ സ്വാലിഹീങ്ങളായ അലിമീങ്ങൾ ഒരു പുതിയ പദ്ധതി ഞങ്ങൾക്ക് ആവിഷ്കരിച്ചു തന്നപ്പോ സാന്ത്വനത്തിന്റെ പേരിൽ ഞങ്ങൾ ഓഫീസ് തുറന്നു. പാവങ്ങളെ സഹായിക്കാൻ മനസ്സ് വെച്ചു. വീടുണ്ടാക്കേണ്ട ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയോ എത്ര പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്? കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ച മുമ്പ് 1000 ഒരു സഖാഫി മരണപ്പെട്ട വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ? SYS-ന്റെയും SSF-ന്റെയും സജീവ പ്രവർത്തകനാണ്. ആ പ്രവർത്തകന്റെ വീട്ടിൽ ചെന്നപ്പെടല്ലേ ആ വീട്ടിലെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയത്. ഒരു ചെറിയ കൂടിലരാ അതേ പുല്ലുകൊണ്ട് നിർമ്മിച്ച വീട്, അതേ ഡാർപ്പായ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീട്. ആ വീട്ടിൽ നിന്നിട്ട് ആ സംഘടന
സംഘടനയ്ക്ക് വേണ്ടി ആ ചെറുപ്പക്കാരനായ പണ്ഡിതന് ഓടി നടക്കണമെങ്കിലോ ആ ചെറുപ്പക്കാരന്റെ മൂന്നിന്റെ ആലിമീങ്ങളെ ചെന്ന് ഫാത്തിഹ വിളിക്കുമ്പോ ആലിമീങ്ങളും സാദാത്തുക്കളും ഒത്തൊരുമിക്കുമ്പോ ഒരു വയസ്സ് പോലും പൂർത്തിയാവാത്ത ഒരു ചെറിയ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയോ കാരണം ഉപ്പ നഷ്ടപ്പെട്ടു പോയ പൊന്നുമോള് ആ പൊന്നുമോളുടെ വിളിയാളോ യാസീനോടുന്നവരെ കേട്ടില്ലയോ റഹ്മാനായ റബ്ബേ ഞങ്ങളെ സഹാബിക്ക് നീ സ്വർഗം കൊടുക്കണയല്ലോ ആ മക്കളെ ഞങ്ങൾ SYS-കാർ ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങളെ വന്യരായ ശൈഖുന കാന്തപുരം ഉസ്താദ് ഏറ്റെടുത്തിട്ടുണ്ട് അവർക്ക് വീട് നിർമ്മിക്കാൻ ഞങ്ങളെ സംഘടന ഏറ്റെടുത്തിട്ടുണ്ട് ഓ എന്റെ ഉമ്മമാര് ഇങ്ങനെ ഒരുപാട് പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇനി നിങ്ങൾക്ക് RCCയുടെ പ്രവർത്തകരായിരുന്ന അതേ വിദേശത്ത് ജോലി ചെയ്തിരുന്ന സലാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ മയ്യത്തല്ലേ ഇവിടെ ഇന്നലെ എത്തിയത് ആ മയ്യത്ത് നിസ്കാരത്തിന് ആയിരങ്ങൾ പങ്കെടുത്തില്ലേ അവിടെ സുന്നത്തിയമാത്തിന് വേണ്ടി ഓടി നടക്കുമ്പോ ആ സൗദി അറേബ്യയിൽ നിന്ന് റിയാദിലേക്കുള്ള യാത്രയെ മധ്യേ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ തട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോ ഉപജീവിതത്തിലുള്ള വഴിയൊരുക്കുന്ന നേരോ വാഹനാപകടത്തിൽ മരണപ്പെട്ടുപോയി ചിരിച്ചതിനെ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ കാത്തിരുന്ന റൂമിൽ കാത്തിരിക്കുന്നത് ആ സലാം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഭാര്യയാണ് കേട്ടോ പറക്കമുറ്റാത്ത കുഞ്ഞുമക്കളാണ് കേട്ടോ റഹ്മാനായ റബ്ബേ ഞങ്ങളെ ഈ ദുആയിൽ മാത്രമല്ല ഞങ്ങളെ എല്ലാ ദുആയിലും അവരെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഓ എന്റെ ചെറുപ്പക്കാരാ ഈ സലാമിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട സഖാഫിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടില്ല ഞങ്ങൾ പരസ്പരം കമന്റ് പറഞ്ഞിട്ടില്ല ഞങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നാ പിന്നെ അയാള് ഞങ്ങളെ കുടുംബമാണോ അല്ല എന്റെ ചേട്ടന്റെ സുഹൃത്താണോ അല്ല എന്റെ വയൽവാസിയാണോ അല്ല ജീവിതത്തിന്റെ കാലയളവിൽ 33 വർഷ കാലയളവിനുള്ളിൽ ഒരു തവണ പോലും കാണാത്ത രണ്ട് ചെറുപ്പക്കാർക്ക് എന്തിനാ ഞാൻ ഇങ്ങനെ ശബ്ദമിട്ട് ദ്വായിരക്കുന്നതെന്നറിയോ ഞാനും അവരൊക്കെ ഒരു കുടുംബമാണ് ഏഴിലുള്ള കുടുംബം താജിലും ഉള്ളാളത്തെ പാപ്പ കാണിച്ചു തന്ന ആദർശ കുടുംബം ശൈഖുന കാന്തപുരം ഉസ്താദ് കാണിച്ചു തരുന്ന ആദർശ കുടുംബം എന്നെ ഉസ്താദ് കാണിച്ചു തന്ന ആദർശ കുടുംബം ചിത്താരി ഉസ്താദ് വഴി ഇന്നും കാണിച്ചു തരുന്നിരിക്കുന്ന സുന്നത്തിയമാത്തിന്റെ ആദർശ കുടുംബം ആ കുടുംബത്തിൽ പെട്ടത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ദുആയിരങ്ങൾ അല്ലാഹുവേ അവരെയും ഞങ്ങളെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ ഓ എന്റെ ഉപ്പമാരെ നിർത്തട്ടെ ഓ എന്റെ ചെറുപ്പക്കാരെ അവസാനിപ്പിക്കട്ടെയോ ഒരുപാട് സംഭാവനകൾ കൊടുത്തവരാണ് നിങ്ങൾ 10 വർഷമായി കുട്ടികളില്ലാത്ത സഹോദരന് വേണ്ടി ദുആയിരക്കാൻ പറഞ്ഞിട്ടുണ്ട് അതേ അല്ലാഹു തആല സ്വാലിഹായ മക്കളെ കൊടുക്കുമാറാകട്ടെ അല്ലാഹുവേ സ്വാലിഹായ മക്കളെ കൊണ്ട് നീ സന്തോഷിപ്പിക്കണേ അല്ലാഹു നല്ല മക്കളെ കൊടുക്കട്ടെ മക്കളില്ലാത്തവർക്കൊക്കെ അല്ലാഹു മക്കളെ കൊടുക്കട്ടെ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഈ എടത്തനാട്ടുകര പള്ളിയില് ജുമാ ഖുതുബ ഓതാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് നല്ല തണ്ടും തടിയുള്ള ചെറുപ്പക്കാരൻ കയറി വന്നിട്ടുള്ള ഉസ്താദ് ഒരു 1100 ഉറുപ്പിക എടത്തനാട്ടുകര പള്ളി 1500 ഉറുപ്പിക അദ്ദേഹത്തിന് എടത്തനാട്ടുകര പള്ളിക്ക് തരാൻ കാരണം എടത്തനാട്ടുകര പള്ളിയാണ് ഞാൻ ദീർഘ പള്ളി അവിടെ 30 മഹല്ല് മുജാഹിദിന്റെ മഹല്ല ഒരൊറ്റ സുന്നി അവിടെ ജനിച്ച ഒരൊറ്റ സുന്നി അവിടെ 1-2 സുന്നികള് കല്യാണം കഴിച്ച് വന്നപ്പോ സുന്നിയായവരുണ്ട് വേറെ ഒരാള് ഗൾഫ് പോയിട്ട് പേരോടുസ്ഥാന്റെ വയല് കേട്ട് ഇങ്ങോട്ട് സുന്നിയായി വന്നോണ്ട് എല്ലാരും അവിടെ പോയിട്ട് മാറണം ഓ നേരെ തിരിച്ചാ വന്ന വലിയ ശല്യം കുട്ടിയൊക്കെ ചോറ് കൊടുക്കാൻ വിടൂല ദർസ് നടത്തുമ്പോ 1-ാം ദിവസം കുട്ടികൾ ഓതി പഠിച്ചപ്പോ പള്ളിന്റെ
ഒന്ന് രണ്ട് മൈൽസ് അപ്പുറമുള്ള ആൾക്കാർക്ക് ഭയങ്കര കംപ്ലൈന്റ്. ഐറ്റങ്ങളെ ഓത്തുകൊണ്ട് വീട്ടിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ്. ഒന്നാം തരം മൈക്കൊന്നും വെച്ചിട്ടില്ല. ഇത് ഓല് കേൾക്കാൻ വേണ്ടിട്ട് തന്നെ ലൈവായിട്ട് ഞാൻ പറയാം. മൈക്കൊന്നും വെച്ചിട്ടില്ല. എന്നിട്ട് കുട്ടികൾ ഓതുമ്പോ ഭയങ്കര കംപ്ലൈന്റ്. അവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം ദീനല്ല പഠിക്കണം, ശൈത്താൻ സൈക്കൂലല്ല. ഭയങ്കര പ്രശ്നം. ആ പള്ളിന്റെ തൊട്ടടുത്തുണ്ട് ഒരു 3 മുസ്ലിങ്ങളെ പോലീസുകാരടക്കം ഞങ്ങള് കുറച്ച് ആൾക്കാർ. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. ആ മുസ്ലിങ്ങളെ പോലെ ഈമാനി മുജാഹിദ് ടീമിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ദത്താ പിന്നെ പോലെ നമ്മൾ വിളിച്ച. ഞാൻ ഉള്ളതാ പറയുന്നത്, ഞാൻ അനുഭവിക്കുന്നത്. കഴിഞ്ഞ മാസം ഈ മാസത്തെ സ്വലാത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞു. അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട കൂരിത്ത് സ്വലാത്തിന് കൂരിക്കുഴി തങ്ങൾ പാപ വന്നപ്പോ 10 മണിയായി നമ്മളെ പരിപാടിയൊക്കെ. പക്ഷെ അപ്പോത്തിന് പോലീസ് സ്റ്റേഷനിൽ വിളി. അവിടെ ഭയങ്കര ഒച്ച കേൾക്കുന്ന മൈക്ക് സെറ്റ് ഓഫ് ആകും. ഇങ്ങനെ കേട്ടിട്ട് ഈ ഇബിലീസുകൾക്ക് സഹിക്കണ്ടേ? പെർമിറ്റിന്റെ വിഷയമൊന്നുമല്ല. 10 മണിയാകുമ്പോൾ പരിപാടി തീരും. എന്നിട്ട് ഓൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്. അവിടുത്തെ ഹിന്ദു പെണ്ണുങ്ങള് അവിടുത്തെ ചേച്ചിനോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങള് പുറത്ത് കിട്ടാൻ ഞങ്ങൾക്ക് കേൾക്കുമ്പോ ഒരു സന്തോഷം. നിങ്ങൾ ദ്വാരിക്കുമ്പോ ഞങ്ങൾ അതിന്റെ കൂടെ മനസ്സ് പൊട്ടിയിട്ട് ഞങ്ങള് അവിടെ ഞങ്ങളായി പങ്കുചേരുന്നുണ്ട്. ഈ മുസ്ലിങ്ങളുടെ പേരും പറഞ്ഞ് നടക്കുന്ന ഈ ടീമിനെ കൊണ്ട് നടക്കാൻ എങ്ങനെയാണ് ഈ ഐക്യവേദികൾക്ക് കഴിയണമെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. ഇങ്ങോട്ട് മുസ്ലിം അല്ല എന്ന് കേട്ടാ പിന്നെ ഓരോടൊരു ശത്രുത. ചില ആൾക്കാർ കയറ് കെട്ടിയോണ്ടാണ് വർഗീയത. ചെക്കന്മാര് മോഡലിന് ഇത് കിട്ടും, അപ്പൊ മറ്റേതാണ്, ഇവൻ മറിച്ചതാണ്. ഇത് കേരള ഓരോരുത്തർക്കും തോന്നിയമാതിരി ചെയ്യാം. കേരളത്തിലെ നിയമം ഇന്ത്യയുടെ നിയമം പോലെ നടക്കണം. നമ്മൾ മുസ്ലിങ്ങളായതുകൊണ്ട് മുസ്ലിം നിയമം. അപ്പൊ ഞാൻ പറയുന്നത് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാർ ഇവിടത്തെ മുസ്ലിം സുഹൃത്തുക്കളല്ല, നേരെ മറിച്ച് ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, നാട്ടുകാരെ, മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞങ്ങളെ കൂട്ടത്തിലുള്ള മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് അടക്കമുള്ള വിഭാഗം ഞങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ പ്രശ്നത്തിന്റെയും കാരണം. പണ്ടുണ്ടായിരുന്ന മുസ്ലിം വിഭാഗത്തിന്റെ ബഹുമാനം കുറയാൻ കാരണം ഈ ടീം വന്നതിനേശം ഓൽക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്ത് മനുഷ്യന്മാരായി ജീവിക്കാനുള്ള ദൂഫി കൊടുക്കും. അത് കഴിഞ്ഞിട്ടല്ല മുസ്ലിംകളാകട്ടെ, ആദ്യം മനുഷ്യന്മാരാകട്ടെ. ഞാൻ വിശാലമായി പറയില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ഇറക്കാം. നാളെ റാഫി ഹസനി വരുന്നുണ്ട്, മറ്റന്നാൾ ഷാഫി ബാക്കി ഉസ്താദ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ പരിപാടി കഴിയുമ്പോഴേക്ക് അൽഹംദുലില്ലാഹ് 1 ലക്ഷം രൂപ എന്തായാലും ചെലവ് വരും. എത്ര ഫ്രീ ആയിട്ടാ തങ്ങളുമാണല്ലോ. അവിടെല്ലാം ഞങ്ങള് ദ്വാക്കണി ഇത് 10,000 വാട്സ്. ഞങ്ങൾ അവിടെ ഒരു വാട്സിന് 1 രൂപ വെച്ചിട്ടാണ്. ഇവിടെ എങ്ങനെ എനിക്കറിയില്ല. ചില സ്ഥലത്ത് 10,000 വാട്സ് വെച്ചേക്കും 1000 വാട്സിന്റെ വർക്കത്തും കൂടി ഉണ്ടാവില്ല. ഐറ്റങ്ങളെയാണ് പിന്നെ നമ്മൾ വല്ലാതെ പറയാം. അപ്പൊ ചില ആൾക്കാർ ഓപ്പറേറ്ററെ ചീത്താണ്. നമ്മളിവിടെ വിജയേട്ടൻ എന്ത് ചെയ്യാൻ പറഞ്ഞു, മൈക്ക് നന്നായി അള്ളാഹു മൂപ്പർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, അള്ളാഹ് സന്തോഷം കൊടുക്കട്ടെ. എന്താ നിങ്ങൾക്ക് ആമീൻ പറയാനൊരു മടി, അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ നിർത്താം. ഇങ്ങനെയാണ് നമ്മുടെ സാഹചര്യം. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനിന്റെ ആദർശം പറയാൻ നാളെ ഇൻഷാ അല്ലാഹ് വിഷയങ്ങൾ വഴിതെറ്റുന്ന യുവത്വം എന്ന വിഷയത്തെ കുറിച്ച് പറയാൻ, അതിനുശേഷം അഹ്ലു സുന്നയെ കുറിച്ച് വിശദീകരിക്കാൻ ഇവിടെ പരിപാടി പലതും സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ ആളുകളും നല്ലപോലെ സംഭാവന കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ദുആ ഇറക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് എണീറ്റ് നിന്ന് ചെറിയ ഒരു മദ്ഹ് ചൊല്ലിയിട്ട് പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അടുത്ത് വരും, വേഗം വരും. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ.
ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരും വന്ന് ദ്വാരക്കാൻ പറ്റിയ ടൈമാ. അപ്പൊ നിങ്ങളൊന്ന് അടുത്ത് വരി, നമുക്ക് ദ്വാരന്ന് പിരിയല്ലേ മോനെ. ഞാൻ വില പറഞ്ഞു ഏൽപ്പിച്ചു. നാളെ ഇൻഷാ അല്ലാഹ് ആളും എന്തായാലും ഓരോരുത്തർ 5000 രൂപ തരും. അല്ലാഹ് കബൂലാക്കട്ടെ. എന്താ നിങ്ങൾക്ക് ആമീൻ പറയാ ഒരു അല്ലാഹ് കബൂലാക്കട്ടെ. ഇപ്പൊ ഞാൻ പൈസ ഒന്നും വാങ്ങണം, അങ്ങോട്ട് അടുത്ത് പോരി. ഇങ്ങോട് പറഞ്ഞു ഇവിടുത്തെ ടീം എന്ന് പറഞ്ഞാൽ നല്ലോണം കൊടുക്കണ ടീം, എല്ലാം ഉള്ള ടീമാന്നാ പറഞ്ഞ. കൊടുക്കണെന്ന് ഞാൻ പിന്നെ ഓനെ കൊണ്ട് പറയിപ്പിച്ച. ഞാൻ പറഞ്ഞിട്ടും ഇവിടുത്തെ ടീമല്ലേ, എന്നൊരു 5000 പറഞ്ഞളന്ന്. അപ്പൊ പിന്നെ ഓൻ ബേക്കിട്ട് പോയി. അപ്പൊ പിന്നെ ഞാൻ അതിന്റെ മേലെ ഖിയാസാക്കി. എല്ലാരും അങ്ങനെ തന്നെയാക്കാനും. അള്ളാഹു നമ്മളെ സമ്പത്തിലൊക്കെ